അഭിവന്ദരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമുകൾ, കാരണവന്മാർ, നല്ലവരായ സഹോദര സഹോദരിമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ആത്മീയമായ സാന്നിധ്യവുമായി നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുകയും ഇവിടെ വിശ്രമിക്കുകയും ചെയ്യുന്ന മഹാനുഭാവന്റെ നാമധേയത്തിൽ സാധുക്കളായ നമ്മുടെ പാരത്രിക വിജയത്തിന് വേണ്ടി എല്ലാ വർഷവും നടത്തിവരുന്ന ഉറൂസ് മുബാറക്, അതിൻ്റെ സമാപ്തിയിലേക്കാണ് നാം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം സാദാത്യങ്ങൾ, പ്രഗത്ഭരായ ആലിമീങ്ങൾ നമ്മുടെ ഈ നാടിനെ ധന്യമാക്കിക്കൊണ്ട് വരികയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാ മജ്ലിസുകളും സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായി സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, ബന്ധപ്പെട്ടവർ ആരെല്ലാം ഖബറിലുണ്ടോ അവരുടെ ഖബർ അല്ലാഹു സ്വർഗത്തോപ്പാക്കി അലങ്കരിക്കുമാറാകട്ടെ. അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ കാമില ഈമാനോടെ കലിമ ചൊല്ലി മുത്തിലും മുത്തായ തങ്ങളുടെ പൂമുഖം കണ്ട് സന്തോഷത്തോടെ മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ ഞങ്ങൾക്കും ഒരിടം നീ നൽകണം റഹ്മാനെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏതൊരു കച്ചവടക്കാരനും ഏതൊരു ബിസിനസ്സുകാരനും അദ്ദേഹത്തിൻ്റെ കച്ചവടം തുടങ്ങി ഒരു വർഷം പൂർത്തിയായാൽ ആ കച്ചവടം കൊണ്ട് അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നൊരു ഹിതപരിശോധന നടത്താറുണ്ട്. ആ ഹിതപരിശോധനയിൽ തൻ്റെ ഒരു വർഷത്തെ അധ്വാനവും സമ്പത്തും ആരോഗ്യവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് നടത്തിയ കച്ചവടം അത് നഷ്ടമാണ് എന്ന് കണ്ടാൽ ഏത് വിഷയത്തിലാണ് നഷ്ടം എന്ന് മനസ്സിലാക്കി ആ നഷ്ടം നികത്താനും ഒന്നുകൂടി കച്ചവടം ലാഭവൽക്കരിക്കാൻ ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. അതേപോലെ തന്നെ കച്ചവടം ലാഭമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഏത് വിഷയത്തിലാണ് ലാഭം കിട്ടിയത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുകയും അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി ലാഭത്തിൻ്റെ മേലെ പിന്നെയും ലാഭമുണ്ടാക്കാനാണ് ദുനിയാവിലെ എല്ലാ കച്ചവടക്കാരും ശ്രമിക്കാറുള്ളത്. ഇങ്ങനെ ലാഭവും നഷ്ടവും വിലയിരുത്താൻ വേണ്ടി എല്ലാ ബിസിനസ്സുകാരും സ്റ്റോക്കെടുപ്പ് നടത്തി കച്ചവടത്തിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ ബുദ്ധിമാന്മാരായ അല്ലാഹുവിൻ്റെ അടിമകളായ വിശ്വാസികളായ നാം നമ്മുടെ ജീവിതത്തിൽ വർഷത്തിൽ ഒരു ദിവസം, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ശരീരത്തിലൂടെ ചെയ്തു പോയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങാൻ ബെഡ്റൂമിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചൊരു വിചാരണ ചെയ്യണം. അവൻ പറഞ്ഞ സംസാരങ്ങളെക്കുറിച്ച് ചെറിയൊരു വിചാരണ നടത്തണം. ആ വിചാരണയിൽ
അവന്റെ ജീവിതത്തിൽ നഷ്ടം വരുത്തുന്ന വാക്കുകളോ പ്രവൃത്തികളോ വന്നുപോയെങ്കിൽ അത് നികത്താനുള്ള പരിപാടിയുമായി തുടർന്ന് ആലോചിക്കണം. ലാഭവൽക്കരിക്കാൻ പറ്റിയ വാക്കുകളോ പ്രവൃത്തികളോ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെയും അത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കണം. ഈ നിലയിൽ മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാ ദിവസവും അവരുടെ ശരീരത്തെ വിചാരണ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്, ഓ മക്കളെ, ഹസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ വസിനൂ അഅമാലകും ഖബ്ല അൻ തൂസനൂ. സർവ മുഅ്മിനീങ്ങളോടും മഹാന്മാർ ഉപദേശിക്കുകയാണ്. സർവ സഹോദരിമാരോടും മഹാന്മാർ ഉണർത്തുകയാണ്, ഓ ജനങ്ങളെ, ഹാസിബു അൻഫുസകും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരങ്ങളെ വിചാരണ ചെയ്യേണ്ടതാണ്, കണക്കെടുക്കേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കണക്കെടുക്കേണ്ടതാണ്. ഖബില അൻ തുഹാസബൂ, നാളെ ആഖിറത്തിൽ ഒരു വലിയ വിചാരണ വരുന്നുണ്ടല്ലോ. നാളെ ആഖിറത്തിൽ വലിയൊരു ചോദ്യം ചെയ്യൽ വരുന്നുണ്ടല്ലോ. ആ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം വരുന്നതിന്റെ മുമ്പ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരങ്ങളെ വിചാരണ ചെയ്യണേ. ആഖിറത്തിലെ വിചാരണ വലിയ വലിയ വിലപിടിപ്പുള്ള വിചാരണയാണ്. ആ വിചാരണയിൽ ഒരു നൂൽബന്ധം പോലും ഒഴിഞ്ഞു പോവുകയില്ല, ഒരു അണുവിണ ഒഴിഞ്ഞു പോകാത്ത വിചാരണയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് കാണുന്ന ലോകം, അണുമണി തൂക്കം തിന്മ ചെയ്താലോ അത് കാണുന്ന ലോകം. അവിടെ വിചാരണയിൽ നിന്നൊന്നും ഒഴിഞ്ഞു പോകൂല, അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ നിന്നൊന്നും വിട്ടുപോകൂല. പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തിയത്, എത്ര സ്ഥലങ്ങളിലാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ ഇന്നഹു ഖിൽ ഫുആദ കാന അൻഹു മസ്ഊലാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഓ മക്കളെ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ബോധ്യപ്പെടാത്തൊരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ മിണ്ടാൻ പാടില്ല. കാരണം എന്താണ്? ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ, നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും, എന്തിനേറെ നിങ്ങളെ കൽബുകളിൽ ചിന്തിച്ച ചിന്തകൾ പോലും കാന അൻഹു മസ്ഊലാ, സർവവും പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഓ ചെറുപ്പക്കാരെ, അല്ലാഹു തന്നിരിക്കുന്ന സർവ നിഅമത്തുകളും സർവ അനുഗ്രഹങ്ങളും ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ലാ തസാലു ഖദമ ബിനി ആദം ഹത്താ യുസ്അല അൻ അർബഈൻ വഫീ റിവായത്തിൻ അൻ ഖംസീൻ. ഒരു മനുഷ്യനെ ആളെ ആഖിറത്തിൽ അവന്റെ കാല് അല്പം നീക്കി വെക്കണമെങ്കിൽ 5 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ, അല്ലെങ്കിൽ 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ അവന്റെ കാല് അല്പം പോലും നീക്കി വെക്കാൻ കഴിയില്ല. സർവ നിഅമത്തും ചോദ്യം ചെയ്യപ്പെടും, സർവ അനുഗ്രഹങ്ങളും വിചാരണയായി ചോദിക്കപ്പെടും. കണ്ടില്ലേ നിങ്ങൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയ ആയത്താണല്ലോ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സർവ്വ നിഅമത്തിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്ന ആയത്ത്. ഈ ആയത്ത് എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തത്? നിങ്ങൾക്കറിയില്ലേ സഹോദരങ്ങളെ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ആദ്യമായി സ്വർഗത്തിൽ കാലെടുത്ത് വെക്കുന്ന നേതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാ തന്റെ വീട്ടിൽ ദിവസങ്ങളോളം പട്ടിണിയായി പോയി. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ദിവസം 3 കഴിഞ്ഞു, പട്ടിണിയിലാണ്. വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ഇതുവരെ ജീവിച്ചത്. ഇപ്പോൾ വീട്ടിൽ കുടിക്കാൻ വെള്ളം പോലുമില്ല. പതേ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ദാഹം സഹിക്കാൻ കഴിയുന്നില്ല. ആരെക്കുറിച്ചാ നമ്മൾ പറയുന്നത്? ലോകത്ത് സ്വർഗം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം, അതാ അമ്പിയാക്കൾക്ക് ശേഷം സ്വർഗത്തിൽ ഒന്നാമനായി കിടക്കുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സഹോദരങ്ങളെ, നമ്മൾ നന്നായി ആലോചിക്കണം. വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ നമ്മുടെ വീടുകളിൽ ഇന്ന് ധാരാളമുണ്ട്. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ ആജിയാരെ വീട്ടിൽ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ വിഭവങ്ങളാണ് ആജിയാര് വീട്ടിലുണ്ടാക്കിയത്. അത് അഹ്ലു ബൈത്തിനോടും ആലിമീങ്ങളോടുള്ള ബഹുമാനം കൊണ്ടുണ്ടാക്കിയതാണ്. അല്ലാഹു ആ വീട്ടുകാർക്ക് സ്വർഗീയ ഭക്ഷണം പകരം കൊടുക്കട്ടെ. ഇന്നിഷ്ടം പോലെ നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, കുടിക്കാൻ വിവിധങ്ങളായ പാനീയങ്ങളുണ്ട്, ധാരാളം സുഖങ്ങളുണ്ട്, അല്ലേ? എന്നാൽ നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ ഔലിയാക്കളിൽ ഒന്നാമനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ അടുപ്പിൽ തീ പുകഞ്ഞിട്ട് ദിവസങ്ങളോളമായി. വിശപ്പ് കൊണ്ട് ഉറക്കം വരുന്നില്ല, കണ്ണി ചെമ്മിയിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. വിശപ്പ് കാരണം ടൗണിലൂടെ ഇറങ്ങി നടക്കുകയാണ്. വല്ലതും കിട്ടുമോ എന്ന അന്വേഷണമാണ്. പാതിരാത്രിയിലെ സഞ്ചാരമാണ്. സുബ്ഹാനല്ലാഹ്, കുറെ അങ്ങ് നടന്നപ്പോ അതാ എതിരെ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. ഈ പാതിരാത്രിയിൽ ആരാണ് നടന്നു വരുന്നത്? ശരീരത്തിന്റെ മുഖം കാണുന്നില്ല. അടുത്തെത്തിയപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാകുന്നു. ആളെ തിരിയുന്നു. ആരാണ് വരുന്നത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സുബ്ഹാനല്ലാഹ്, മുസ്ലിം ഉമ്മത്തിന്റെ 2 നായകന്മാർ, മുസ്ലിം ഉമ്മത്തിന്റെ 2 നേതാക്കന്മാർ. അവർ പാതിരാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ കണ്ടുമുട്ടുകയാണ്. സലാം പറയുകയാണ്, സലാം അടക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അല്ലയോ ഉമറേ, ഈ പാതിരാത്രിയിൽ ഇറങ്ങി നടക്കുന്നത് എന്തിനാണ് ഉമറേ? അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അല്ലയോ സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ എന്തിനാണ് ഇറങ്ങി നടക്കുന്നത്? പറയാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. അവിടുന്ന് പറഞ്ഞു, യാ ഉമർ, അൽ ജൂ, വിശപ്പാണേ ഉമറേ, പട്ടിണിയാണേ ഉമറേ, ഉറക്കമില്ല ഉമറേ.
സഹോദരങ്ങളെ, ആരാ സംസാരിക്കുന്നത് എന്ന ചിന്ത വേണം, ആരാ പറയുന്നത് എന്ന് ഓർമ്മ വേണം. ഇടയ്ക്ക് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കഴിച്ചിട്ട് അതാ പ്ലേറ്റിൽ ബാക്കി ഭക്ഷണം വെച്ചിട്ട് നായ്ക്കൾക്ക് വേണ്ടി ഭക്ഷണം കളയുന്നവരില്ലേ? കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകൾ കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭക്ഷണം കൊണ്ടുപോയി കുഴിയെടുത്ത് കുഴിച്ചു മൂടുന്നവരില്ലേ? വേസ്റ്റാക്കുന്നവരില്ലേ? കളയുന്നവരില്ലേ? അറിയണേ ഉമ്മമാരെ, സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മളോട് നിർദ്ദേശിച്ച അതികഠിനമായ ഒരു നിർദ്ദേശമുണ്ട്. ഏതാണ് ആ നിർദ്ദേശമെന്നറിയോ? ഓ മോനെ, നീ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിന്റെ കയ്യിൽ നിന്ന് ഒരു പിടി ഭക്ഷണം താഴെ വീണു പോയാൽ ഫലാ തദഅ ലിശൈത്വാൻ, അത് നീ ശൈത്വാന് വേണ്ടി ഉപേക്ഷിക്കാൻ പാടില്ല, പിശാചിന് വേണ്ടി ഒഴിവാക്കാൻ പാടില്ല. അതെടുത്തുകൊണ്ട് അതിന്റെ നല്ല ഭാഗം നീ വൃത്തിയാക്കിയെടുത്ത് നീ ഭക്ഷിക്കണേ മോനെ. ഒരു കാരണവശാലും ഭക്ഷണം വേസ്റ്റാക്കാൻ വേണ്ടി പാടില്ല, നശിപ്പിച്ച് കളയാൻ വേണ്ടി പാടില്ല. അങ്ങനെയുള്ള അഹങ്കാരികളായി നമ്മൾ മാറിയാൽ, ഓ സഹോദരങ്ങളെ, തുർക്കിയിൽ നമ്മൾ കണ്ടതല്ലേ, സിറിയയിൽ നമ്മൾ കണ്ടതല്ലേ, ഈ കഴിഞ്ഞ കാലത്ത് വെള്ളപ്പൊക്കം കേരളത്തിലുണ്ടായപ്പോ സാധുക്കളായ ഞങ്ങൾ പാതിരാത്രിയില് ഭക്ഷണ പൊതികളുമായി സ്കൂൾ വരെ ക്യാമ്പസുകളിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോ വലിയ സ്റ്റോറേജിന്റെ മുതലാളിമാർ, വലിയ സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളിമാർ വെള്ളപ്പൊക്കത്തിൽ വീടുള്ള വസ്തുക്കൾ മുഴുവനും ഒലിച്ചു പോയതിനാൽ ഞങ്ങൾ കൊണ്ടുപോയി വളണ്ടിയർമാർ കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടി ക്യാമ്പുകളിൽ കാത്തിരിക്കുകയാണ്. അല്ലാഹു നമ്മൾ അവന്റെ അദാബിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. വിശപ്പ് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. മറുപടി പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും പറയാനുള്ളത് വകദാലിക അൽ ജൂഉ യാ സിദ്ദീഖ്, വിശപ്പ് തന്നെയാണ് സിദ്ദീഖേ, വിശപ്പ് തന്നെയാണ് സിദ്ദീഖേ. വിശപ്പ് കൊണ്ട് ഉറക്കം വരാത്തതിനാൽ ഇറങ്ങിയതാണെന്ന് ലോകത്തിന്റെ നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് എന്നാ നമുക്ക് രണ്ടാക്കും കൂട്ടായി. ഇതുവരെ ഞാൻ ഒറ്റക്കായിരുന്നു, ഇപ്പൊ നമുക്ക് രണ്ടാക്കും ഒന്നിച്ച് നടക്കാലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കയ്യും പിടിച്ച് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കുറെ അങ്ങ് നടന്നു. അതാരാ? ഇരുട്ടത്തിങ്ങനെ വരുന്നൊരാള്, ഇരുട്ടത്തിങ്ങനെ ഒരാൾ നടന്നു വരുന്നു. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നോക്കുമ്പോ അതാ മൂന്നാമതൊരാൾ നടന്നു വരുന്നു ഇരുട്ടത്തിൽ. സുബ്ഹാനല്ലാഹ്, ആരാണത്? മൂന്നാമത് വരുന്ന ആൾ ആരാണ്? മനസ്സിലാകുന്നില്ല. അടുത്തേക്ക് നടന്നു. അടുത്തെത്തിയപ്പോഴല്ലേ ആ മുഖം കാണുന്നത്. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിന്നാസു ബിൽ ഹുജജി. ആരാണ് ഈ പാതിരാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ നടന്നു വരുന്നത് എന്ന് നോക്കിയപ്പോ തിരിച്ചറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. ലോകത്തിന്റെ മുത്തുരത്നമേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ ചെല്ലു മക്കളെ, മുഹമ്മദുർ റസൂലുള്ളാഹ്.
അവിടുത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ഒന്ന് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ ആഖിറത്ത് നന്നാക്കി തരണേ അല്ലാ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സലാം പറഞ്ഞു, സലാം മടക്കി ചോദിച്ചു, യാ അബൂബക്കർ വയാ ഉമർ മാദാ ഖറജകുമാ മിൻ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ നിങ്ങൾ രണ്ടുപേരെയും പുറത്തിറങ്ങാൻ പ്രേരിപ്പിച്ചത് എന്താണ് അബൂബക്കറേ, എന്താണ് ഉമറേ? മറുപടി രണ്ടുപേർക്കും ഒന്നേ ഉള്ളൂ, അൽ ജൂഉ യാ റസൂലല്ലാഹ്, തങ്ങളെ വിശന്നിട്ടിറങ്ങിയതാണ്, വിശന്നിട്ടിറങ്ങിയതാണ്. തങ്ങളെന്തിനാ പാതിരാത്രി ഇറങ്ങിയത്? തങ്ങളെന്തിനാ നട്ടപ്പാതിരാക്ക് ഇറങ്ങിയത്? തങ്ങൾക്ക് ഉറങ്ങിക്കൂടെ? തങ്ങൾക്ക് വിശ്രമിച്ചുകൂടെ? തങ്ങൾക്ക് അവിടെ സുഖമായി ഉറങ്ങിക്കൂടെ? തങ്ങളെന്തിനാ ഇറങ്ങിയത്? ചോദ്യത്തിന് മുത്തായ തങ്ങളെ മറുപടിയും മറ്റൊന്നുമല്ല, അൽ ജൂഉ യാ അബൂബക്കർ, വിശപ്പ് തന്നെ അബൂബക്കറേ. നിങ്ങളെ രണ്ടുപേരെയും ഉറങ്ങാതെ ഭൂമിയിലൂടെ നടത്തിച്ചതെന്തോ അത് തന്നെയാണ് എനിക്കുമുള്ളത്. വിശക്കുന്നു ഉമറേ. ആരാ പറഞ്ഞത്? അന അവ്വലു മൻ യുഹർഖു ഹൽഖൽ ജന്ന. ഉഹുദ് മല വേണമെങ്കിൽ സ്വർണ്ണമാവാം, ഈ കാണുന്ന ആകാശത്തിൽ നിന്ന് ഭക്ഷണങ്ങൾ ഇറക്കിത്തരാം. പടച്ച റബ്ബ് തീരുമാനം പറഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞ പാവങ്ങളുടെ പടത്തലവനായി അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഗദം ഫീ സുംറത്തിൽ മസാകീൻ. പടച്ച റബ്ബേ, എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടി നാളെ കുറുകെ സ്വർഗലോകത്ത് മിസ്കീന്മാരെ കൂടെ എന്നെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ എന്ന് ദുആ ചെയ്ത പാവങ്ങളുടെ പടത്തലവനായ മുഹിബ്ബുൽ ഫുഖറാഇ വൽ മസാകീനായ റഹ്മത്തുൽ ലിൽ ആലമീനായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് വിശന്നിട്ടിറങ്ങിയതാണ്, കഴിക്കാനൊന്നുമില്ല ഇറങ്ങിയതാണ്. എന്നാ പിന്നെ സിദ്ദീഖേ ഉമറേ, നമുക്ക് മൂന്നാക്ക് ഒന്നിച്ച് നടക്ക, എവിടെയെങ്കിലും കിട്ടിയെങ്കിലോ? മൂന്ന് പേരും നടന്നു പോകുന്ന വഴിയിൽ ഒരു സ്വഹാബിയുടെ വീട്ടിന്റെ മുറ്റത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടുന്നു, ഒന്ന് മുട്ടി നോക്കിയാലോ, വല്ലതും ഉണ്ടെങ്കിലോ? വാതിലിന് മുട്ടുന്നു. പാതിരാത്രിയിൽ വാതിൽ തുറന്നപ്പോൾ സ്വഹാബി കാണുന്നു മൂന്ന് നായകന്മാർ ക്ഷണിക്കാത്ത അതിഥികളായി, വിളിക്കാത്ത അതിഥികളായി വീട്ടിന്റെ തിരുമുറ്റത്ത് വന്ന് നിൽക്കുന്നു. സ്വഹാബിക്ക് എന്തൊരു സന്തോഷമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ പാതിരാത്രി ഉറങ്ങുന്ന സമയത്ത് മഹാനായ ഖുറത്തു സദാത്ത് ഖുറാ തങ്ങൾ വന്നിട്ട് വാതിലിന് ബെല്ലടിച്ചിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സന്തോഷമാണ്, നിങ്ങൾക്ക് എത്ര ആനന്ദമാണ്. ആ ഖുറത്തു സദാത്ത് തങ്ങളെ വല്യാപ്പയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ശിഷ്യന്റെ വാതിലിന് മുട്ടിയിട്ട് പറയുന്നു, മോനെ, വിശപ്പടക്കാൻ വല്ലതുമുണ്ടോ? സ്വഹാബി വലിയ സന്തോഷത്തിലായി പോയി. വീട്ടിൽ കയറ്റിയിരുത്തി പോയി. അവിടുന്ന് ആട്ടിനാറുത്തുപോയി. മാംസമതാ പാചകം ചെയ്തു പോയി. മാവ് കുഴച്ചു പോയി. വീട്ടുകാരിക്ക് വലിയ സന്തോഷമായി പോയി. വീട്ടുകാരിക്ക് വലിയ ആഹ്ലാദമായി പോയി. ഭക്ഷണമെല്ലാം പാചകം ചെയ്ത്
പത്തിരി ചുട്ടിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ ഭക്ഷണം കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സിദ്ദീഖുൽ അക്ബർ ഒന്നെടുത്തു, ഉമറുൽ ഫാറൂഖ് മറ്റൊന്നെടുത്തു, ഹബീബായ തങ്ങൾ മറ്റൊന്നെടുത്തു. പക്ഷേ സിദ്ദീഖ് തങ്ങൾക്ക് വായിൽ വെക്കാൻ തോന്നുന്നില്ല, ഉമർ തങ്ങൾക്ക് തിന്നാൻ തോന്നുന്നില്ല. എന്തുകൊണ്ട്? ഹബീബായ തങ്ങളൊന്ന് തുടങ്ങട്ടെ, നബി തങ്ങളൊന്ന് കഴിച്ചു തുടങ്ങട്ടെ എന്ന് കരുതിയിട്ട് വിശപ്പടക്കാൻ കഴിയാതെ നിൽക്കുന്ന സമയത്ത് പത്തിരിയും കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുമ്പോ ആ കയ്യിലുള്ള പത്തിരി ഉയർത്തി പിടിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞൊരു ചോദ്യമുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഓ സിദ്ദീഖേ, അല്ലയോ ഉമറേ, പടച്ച റബ്ബിന്റെ ഖുർആനിൽ ഇറങ്ങിയ ഒരായത്ത് എനിക്ക് ഓർമ്മ വന്നു പോയി ഉമറേ. ഏതാണ് ആയത്തെന്നറിയോ? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ പാവപ്പെട്ട എന്നോടും നിങ്ങളോടും ഈ നിഅമത്തിനെ കുറിച്ച് ചോദിക്കുമല്ലോ ഉമറേ, ചോദിക്കുമല്ലോ സിദ്ദീഖേ. ആ സമയത്ത് നമുക്കുള്ള മറുപടി എന്താണ്? ഓർത്തിട്ട് ബേജാറാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് നല്ല ബോധമുള്ളവരായി നമ്മൾ പ്രവർത്തിക്കണം. സുബ്ഹാനല്ലാഹ്, പഴയ കാലങ്ങളെ അപേക്ഷിച്ച് റബ്ബ് എത്ര നിഅമത്തുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ നിഅമത്തിന്റെ എണ്ണവും വണ്ണവും എത്രയാണ്. പക്ഷേ ഓരോന്നിനെ കുറിച്ചും നന്നായി വിചാരണ വേണം, ഓരോന്നിനെ കുറിച്ചും നന്നായി നമ്മൾ ചോദ്യം ചെയ്യണം. പഴയ കാലത്ത് ഈ നാട്ടിൽ പുല്ലുമേഞ്ഞ വീടുകളല്ലേ ഉണ്ടായിരുന്നത്. ആ പുല്ല് മാറ്റിയിട്ട് റബ്ബ് ഓട് തന്നില്ലേ? ആ ഓട് മാറ്റിയിട്ട് കോൺക്രീറ്റ് തന്നില്ലേ? അതുകൊണ്ട് ആ താഴ്ഭാഗത്ത് സിമെന്റിന്റെ തറയായിരുന്നില്ലേ? ഇപ്പോൾ അത് ടൈൽസുകളായില്ലേ, മാർബിളുകളായില്ലേ, ഗ്രാനൈറ്റുകളായില്ലേ, സീലിങ്ങുകളായില്ലേ, ഫാനുകളായില്ലേ, AC-കളായില്ലേ, കട്ടിലുകളായില്ലേ. ഇന്നാലില്ലാഹ്, ആ പടച്ച റബ്ബ് നമുക്ക് എന്തെല്ലാം തന്നുപോയി. ആ തന്ന നിഅമത്തിനെ കുറിച്ചൊക്കെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ടെന്ന ചിന്തയോടുകൂടെ ഓ മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കണം. നമ്മൾ അഹങ്കാരികളായി കൂടാ, നമ്മൾ പോക്കിരികളായി കൂടാ. നടത്തത്തിൽ വിനയം വേണേ ചെറുപ്പക്കാരാ, സംസാരത്തിൽ വിനയം വേണേ കാരണവന്മാരെ. അതാ സർവ വിഷയത്തിലും ഇടപാടുകളിലും നല്ല വിനയം വേണം. ഈ നിലക്ക് ഞാനൊരു ചെറിയ അടിമയാണ്, പടച്ച റബ്ബിന്റെ ഭൂമിയിൽ താൽക്കാലികമായി ജീവിക്കാൻ വന്നവനാണെന്ന ചിന്തയോടെ പടച്ച റബ്ബ് എന്നെ പരീക്ഷിക്കാൻ തന്നതാണ് എന്റെ വീട്, പടച്ച റബ്ബ് എന്നെ പരീക്ഷിക്കാൻ തന്നതാണ് എന്റെ സ്ഥാപനം, പടച്ച റബ്ബ് എന്നെ പരീക്ഷിക്കാൻ തന്നതാണ് എന്റെ എല്ലാം. ആ പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെട്ടുകൂടാ, ആ പരീക്ഷണത്തിൽ ഞാൻ തോറ്റുകൂടാ. വിജയിക്കുകയല്ലേ നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, പഴയ കാലത്ത് ജീവിച്ചൊരു പോക്കിരി, ഒരു തെമ്മാടിയായ മനുഷ്യൻ. ആ മനുഷ്യൻ പിന്നീട് വലിയ ഔലിയാക്കളിൽപ്പെട്ട മഹാനായി മാറിയിട്ടുണ്ട്. ആ മഹാന്റെ പേരെന്താണെന്നറിയോ? ഒരുപക്ഷെ പല വഅലിന്റെ മജ്ലിസിലും നിങ്ങൾ ആ മഹാനെ കേട്ട് കാണും. ആ മഹാനാരാൻ? അല്ലാമ ഇമാമുന ശിബ്ലി റളിയല്ലാഹു അൻഹു. നാട്ടിൽ അറിയപ്പെടുന്ന റൗഡിയായി ജീവിച്ച മഹാൻ, സർവ തെമ്മാടിത്തരങ്ങളിലും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന മഹാൻ. പക്ഷേ ഇമാമുന ശിബ്ലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മാറ്റം വന്നു. എപ്പോഴാ മാറ്റം വന്നത്? മഹാനവറുകൾ ധാരാളം ഉസ്താദന്മാരിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. പക്ഷെ അവിടെയൊന്നും മാറ്റം വന്നില്ല.
ഒരുപാട് ഹദീസുകൾ മഹാൻ പഠിച്ചു. അവിടെ ഒന്നും മഹാന്റെ ജീവിതത്തിൽ പരിവർത്തനം വന്നില്ല. എന്നിട്ട് മഹാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ഹദീസുകൾ പഠിച്ചു, 4000 ഹദീസുകൾ ഞാൻ മനഃപ്പാഠമാക്കിയിരുന്നു. പക്ഷേ എന്റെ ജീവിതത്തിന് പരിവർത്തനം വരുത്തിയത്, എന്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയത് ഒരൊറ്റ ഹദീസാണ്. ആ ഒരൊറ്റ ഹദീസ് വെച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ തുലനം ചെയ്തപ്പോ എന്റെ ജീവിതത്തിന് വലിയ മാറ്റം അല്ലാഹു തന്നുപോയി. ഈ കാലഘട്ടത്തിലും മഹാനുഭാവന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു ഉയർത്തിപ്പോയി. എന്താണ് ആ ഹദീസ് എന്നറിയോ? ഹുജ്ജത്തുൽ ഇസ്ലാം മുഹമ്മദുൽ ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റമുണ്ടാക്കാൻ കാരണമായ ഹദീസ് ആ ഒരൊറ്റ ഹദീസാണ്. ഇന്നെന്റെ വഅലിന്റെ മജ്ലിസിൽ സഹോദരങ്ങളെ നിങ്ങളോട് പറയുന്നത്, ആ ഹദീസിനെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ആഖിറം ഒരുപക്ഷേ റബ്ബ് സലാമത്താക്കിയേക്കും. ആ നിലയിൽ തന്നെ നമ്മുടെ സദസ്സിനെ അല്ലാഹു മാറ്റിത്തരട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടും നിങ്ങളോടും പഠിപ്പിച്ചൊരു ഹദീസാണ്. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ഓ മോനെ, ഇഅ്മൽ ലിദുനിയാ ബിഖദ്രി മഖാമിക ഫീഹാ വഅ്മൽ ലിആഖിറതിക ബിഖദ്രി ബഖാഇക ഫീഹാ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ശരിക്കും ഈ ഹദീസിനെ കുറിച്ചൊരു ആലോചന നടത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പരിവർത്തനങ്ങൾ വരും. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? മോനെ, നീ നിന്റെ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കണം, ദുനിയാവിന് വേണ്ടി നീ പണിയെടുക്കണം. സുബ്ഹാനല്ലാഹ്. ഇവിടെ വന്നപ്പോൾ പല ആളുകളോടും ഞാൻ ചോദിച്ചു, എന്താണ് ജോലി? അത് ചെറിയ ബിസിനസ്സാണ്. എന്തിനാണ് ബിസിനസ്? ദുനിയാവിൽ ജീവിക്കാനാണ്. കച്ചവടം ദുനിയാവിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദുനിയാവിന് വേണ്ടിയാണ്. അതേ വിദേശത്ത് പോകുന്ന പ്രവാസി ഭാര്യയെ വിട്ട്, മക്കളെ വിട്ടുകൊണ്ട്, കുടുംബത്തെ വിട്ടുകൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറം അധ്വാനിക്കാൻ വേണ്ടി പോകുമ്പോ ആ പ്രവാസിയോട് നിങ്ങൾ ചോദിക്കൂ, എന്തിനാ പോകുന്നത്? ഉസ്താദേ, ദുനിയാവല്ലേ ജീവിക്കണ്ടേ, ദുനിയാവിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, ദുനിയാവിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. ഇന്നാലില്ലാഹ്. പ്രവാസ ലോകത്ത് അടുത്ത് ഞാൻ ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ 16 മണിക്കൂറും ഡ്യൂട്ടിയാണ് കേട്ടോ. 24 മണിക്കൂറിൽ 16 മണിക്കൂർ ഡ്യൂട്ടിയാണ്, 18 മണിക്കൂർ ഡ്യൂട്ടിയാണ്. ചോദിച്ചു, മോനെ എന്തിനാണ് ഈ ഡ്യൂട്ടി ചെയ്യുന്നത്? ജീവിക്കണ്ടേ ഉസ്താദേ. ഇവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ചിന്തയെ തൊട്ടുണർത്തിക്കൊണ്ട് പറയുന്നു, മോനെ, ദുനിയാവിന് വേണ്ടി നീ പണിയെടുത്തോളൂ, ദുനിയാവിന് വേണ്ടി അധ്വാനിച്ചോളൂ. പക്ഷേ അധ്വാനിക്കുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത് നിന്റെ മനസ്സിൽ ഒരു ചിന്ത വേണം, നിന്റെ മനസ്സിൽ ഒരു ആലോചന വേണം. എന്താണ് നീ ആലോചിക്കേണ്ടത്? ബിഖദ്രി മഖാമിക ഫീഹാ. ഈ ദുനിയാവിൽ എന്റെ സ്ഥാനം എത്രയാണ്, എന്റെ നിലനിൽപ്പ് എത്രയാണ്, ഈ ദുനിയാവിൽ എന്റെ ആയുസ് എത്രയാണ്, എത്ര കാലമാണ് എനിക്ക് ഈ ദുനിയാവിൽ ജീവിതമുള്ളത്? നീ ജീവിക്കാൻ വേണ്ടിയല്ലേ ുന്നത്? ഉസ്താദേ, വഅദിന് പോകാൻ സമയമില്ല, മാസാന്ത സ്വലാത്തിന് വരാൻ സമയമില്ല, തിരക്കാണ്, തിരക്കോട് തിരക്കാണ്, കച്ചവടത്തിന്റെ തിരക്കാണ്, ബിസിനസിന്റെ തിരക്കാണ്, ജോലിയുടെ തിരക്കാണ്. എങ്കിൽ മോനെ, നീ ജോലി ചെയ്തോളൂ, വിരോധമില്ല. പക്ഷേ ആ ജോലി ചെയ്യുന്ന സമയത്ത് നിന്റെ മനസ്സിൽ കൊണ്ടുവരേണ്ട ചിന്ത എന്താണെന്നറിയോ? ബിഖദ്രി മഖാമിക ഫീഹാ. ഈ ദുനിയാവിൽ നിനക്ക് എത്ര
സ്ഥാനമുണ്ട്, എത്ര കാലം ജീവിതമുണ്ടെന്ന് ഒരൽപ്പമൊന്ന് ആലോചിച്ചാൽ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുന്ന വിഷയത്തിൽ നിനക്ക് കൂടുതൽ താല്പര്യമുണ്ടാകുമോ? സുബ്ഹാനല്ലാഹ്, ഞാൻ ചോദിക്കട്ടെ, വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ സമീപത്ത് മലക്കുൽ മൗത്ത് വരികയാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്. ആ മലക്കുൽ മൗത്ത് വന്നിട്ട് എന്നോട്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിവരമുള്ള ഒരാൾ വന്ന് എന്നോട് പറയാണ്, ഷാഫി ലത്തീഫി, നിങ്ങൾക്ക് ഈ രാത്രി മാത്രമേ ഇനി ജീവിതമുള്ളൂ, റബ്ബിന്റെ ഖദാ എന്ന് പറഞ്ഞാൽ ഞാൻ കച്ചവടത്തിന് വേണ്ടി പോകുമോ? ഞാൻ ബിസിനസിന് വേണ്ടി പോകുമോ? ഞാൻ ജോലിക്ക് വേണ്ടി പോകുമോ? എന്റെ ആയുസ് തീരുന്നു എന്ന് കണ്ടാൽ പിന്നെ എനിക്ക് കച്ചവടം വേണോ, ജോലി വേണോ? അതുകൊണ്ട് തന്നെ ദുനിയാവിന് വേണ്ടി പാടുപെടുന്ന സമയത്ത്, ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് എന്റെയും നിങ്ങളുടെയും ആയുസ് എത്രയുണ്ട് എന്ന് ഒരു വിചാരണയോടുകൂടി പ്രവർത്തിക്കണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഒരു മനുഷ്യന്റെ ആയുസ്സും തീരുമാനം പറയാൻ ഒരു മെഷീനും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, ഒരു യന്ത്രവും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഏത് ഉപകരണങ്ങൾക്കും ഉണ്ടാക്കിയ കമ്പനിക്കാരും ഗ്യാരണ്ടി നിശ്ചയിക്കുമ്പോ ഉണ്ടാക്കിയ കമ്പനിയുടെ മുതലാളിക്ക് ഗ്യാരണ്ടി പറയാൻ ഒരു മെഷീനും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. എപ്പോഴാണ് യാത്രയെന്ന് പറയാൻ പറ്റൂല, എപ്പോഴാണ് പോവുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്, കുല്ലും സബ്ബഹും ബി അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ സിറാക്കി നഅലിഹി. എല്ലാ മനുഷ്യന്മാരും അവന്റെ കുടുംബത്തോടൊപ്പം വലിയ ആനന്ദത്തിലാണ്, ഭാര്യ മക്കളോടൊപ്പം വലിയ സന്തോഷത്തിലാണ്, വലിയ ആനന്ദ ലഹരിയിലാണ്. പക്ഷേ വൽ മൗതു അദിനാ മിൻ സിറാക്കി നഅലിഹി, അവന്റെ കൊണ്ടുപോകുന്ന മരണമുണ്ടല്ലോ, അവന്റെ ജീവിതത്തിന്റെ സമാപ്തി ഉണ്ടല്ലോ, അത് അവൻ ധരിച്ച ചെരുപ്പിന്റെ ബാറിനേക്കാൾ ഏറ്റവും അടുത്താണ് കേട്ടോ. മരണം കൂടെയുണ്ട് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാമല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഓ മോനെ, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ഗാബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. എത്ര വലിയ ജോലിക്ക് വേണ്ടി പോകുന്നവനാണെങ്കിലും, എത്ര വലിയ കമ്പനിയുടെ മുതലാളിയാണെങ്കിലും, എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും, മോനെ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നീ ഒരു വിദേശിയെ പോലെ ജീവിക്കണം. സുബ്ഹാനല്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉദാഹരണം എത്ര ഫിറ്റായ ഉദാഹരണമാണ്. വിദേശിയെ പോലെ ജീവിക്കാനാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. വിദേശി എന്ന് പറഞ്ഞാൽ, ഈ 2 ആഴ്ച മുമ്പ് സാധുവായ ഞാൻ UAE-യിലായിരുന്നു. ആ UAE-യിൽ പോയ സമയത്ത് നാട്ടിൽ വലിയ മുതലാളിമാരായ ആളുകളുടെ ബെഡ്റൂമിലേക്ക്, അവർ താമസിക്കുന്ന റൂമിലേക്ക് ഞാൻ കയറിയപ്പോ ഒരു ചെറിയ ചെറ്റ റൂമാണ്. ആ റൂമിൽ അട്ടിയിട്ടിരിക്കുന്ന ബെഡുകളാണ്. അതിൽ ഒരു ബെഡ് സ്പേസിലാണ് അയാൾ കിടന്നുറങ്ങുന്നത്. 10 പേർക്ക് ഒരു ബാത്റൂമാണ് അവിടെ ഉള്ളത്. ഞാൻ ചോദിച്ചു, അല്ല മുതലാളി, നാട്ടിൽ നിങ്ങൾക്കും ഭാര്യക്കും കുട്ടികൾക്കും കൂടി 8 ബെഡ്റൂമുള്ള വീട്
വീടുണ്ടല്ലോ, അവിടെ 4 ബാത്റൂം ഉണ്ടല്ലോ. ഇവിടെ 8 പേർക്ക് കൂടി ഒരു ബാത്റൂമല്ലേ കാണുന്നുള്ളൂ, 8 പേർക്കും കൂടി ഒരു ബെഡ്റൂമല്ലേ കാണുന്നുള്ളൂ. നാട്ടിൽ 4 പേർക്ക് 8 ബെഡ്റൂമുള്ള വീടുണ്ടാക്കിയ നീ, നാട്ടിൽ 4 പേർക്ക് 8 ബെഡ്റൂം അതേ ബാത്റൂം ഉണ്ടാക്കിയ നീ, ഈ വിദേശത്ത് മണ്ണിൽ വിശ്രമിക്കുമ്പോ പണിയെടുക്കുമ്പോ എന്തിനാണ് ചെറിയ കുടുസായ റൂമിൽ താമസിക്കുന്നത്? എന്തിനാണ് ചെറിയ ബാത്റൂമിൽ താമസിക്കുന്നത്, ബാത്റൂം ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോ പറഞ്ഞപ്പോ ആ മുതലാളിയുടെ മറുപടി, ഉസ്താദേ ഇത് വിദേശ രാജ്യമല്ലേ, സ്വന്തം നാടല്ലല്ലോ. സ്വന്തം നാട്ടിലാണ് എനിക്ക് സ്വന്തമായി വീട് വേണ്ടത്, സ്വന്തം നാട്ടിലാണ് എനിക്ക് സ്വന്തമായി ബാത്റൂം വേണ്ടത്, സ്വന്തം നാട്ടിലാണ് എനിക്ക് എല്ലാ സൗകര്യങ്ങളും വേണ്ടത്. ഞാനിവിടെ വന്നത് വിശ്രമിക്കാനല്ല, ഞാനിവിടെ വന്നത് ഉറങ്ങാനല്ല, ഞാനിവിടെ വന്നത് കളിച്ച് ആനന്ദിക്കാനല്ല, ഞാനിവിടെ വന്നത് പണിയെടുക്കാനാണ്, അധ്വാനിക്കാനാണ്. ഇവിടുന്ന് പണിയെടുത്തതിന്റെ ഫലം നാട്ടിലേക്ക് അയക്കാനാണ്. നാട്ടിൽ ഫ്ലാറ്റ് വാങ്ങണോ, നാട്ടിൽ പറമ്പ് വാങ്ങണോ, നാട്ടിൽ എസ്റ്റേറ്റ് വാങ്ങണോ, നാട്ടിൽ കച്ചവടം ആരംഭിക്കണോ, നാട്ടിൽ ഞാൻ എത്തിയിട്ട് വിശ്രമിക്കുമ്പോ എനിക്ക് സന്തോഷകരമായി ജീവിക്കാൻ പറ്റിയ നല്ല വരുമാനം ഉണ്ടാക്കാനാണ് ഞാൻ ഈ വിദേശ മണ്ണിൽ വന്നത്. ഇവിടെ ഞാൻ വന്നത് വിശ്രമിക്കാനല്ല, ഇവിടെ വന്നത് ഉറങ്ങാനല്ല, ഇവിടെ വന്നത് ക്ഷീണം മാറ്റാനല്ല, ഇവിടെ വന്നത് സുഖിക്കാനല്ല, ബുർജ് ഖലീഫ കണ്ടിട്ട് ആനന്ദിക്കാനല്ല, അതുപോലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയി സുഖിക്കാനല്ല. ഇവിടെ ഞാൻ വന്നത് പണിയെടുക്കാനാണ്. അതുകൊണ്ട് എനിക്കൊരു പക്ഷേ പണിയെടുക്കാൻ വന്നതിനാൽ നാട്ടിൽ എനിക്ക് വീട് വെക്കണമെങ്കിൽ ഇവിടെ അല്പം വിഷമം സഹിച്ചേ പറ്റൂ, ഇവിടെ ക്ഷീണം സഹിച്ചേ പറ്റൂ, ഇവിടെ ഉറക്കം ഒഴിഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് ആ പ്രവാസിയായ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞെങ്കിൽ, ഓ ഉമ്മമാരെ, കാരണവന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നത്, മോനെ ഈ ദുനിയാവ് ഒരു വിദേശ മണ്ണായി നീ കാണണം. ഈ ദുനിയാവ് നിന്റെ സ്വന്തം നാടല്ല, ഈ നാട് നിന്റെ സ്വന്തം നാടല്ല, ഈ വീട് നിന്റെ സ്വന്തം വീടല്ല. നിന്റെ സ്വന്തം നാട് എവിടെയാണെന്നറിയോ? നിന്റെ സ്വന്തം രാജ്യം എവിടെയാണെന്നറിയോ? ഓർമ്മയില്ലേ നിനക്ക് നിന്റെ വല്യാപ്പ സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം, അവിടെയല്ലേ വാപ്പ ജനിച്ചത്, അവിടെയല്ലേ ഉമ്മ ജനിച്ചത്. ആ വാപ്പയും ഉമ്മയും ജനിച്ച നാട് അതല്ലേ നമ്മുടെ തറവാട്. ആ തറവാട്ടിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്. ഹിയൽ ജന്നത്തു ഹിയൽ മഅ്വാ, അൽ ജന്നത്തു ഹിയൽ മഅ്വാ. സ്വർഗമല്ലേ നമ്മുടെ മടക്കസ്ഥലം, അതല്ലേ നമ്മുടെ സ്വന്തം നാട്. ആ നാട്ടിൽ നമുക്ക് ഫ്ലാറ്റ് വേണം, അവിടെ നമുക്ക് അരുവി വേണം, അവിടെ നമുക്ക് സുഖിക്കാൻ കഴിയണം. അതിനെന്ത് വേണമെന്നറിയോ? ഈ ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെ ജീവിക്കണേ മോനെ. വിദേശിയെ പോലെ ജീവിക്കുമ്പോ എന്ത് വേണ്ടി വരും? ചിലപ്പോൾ മുതലാളി പറയുന്നു ഡ്യൂട്ടി എപ്പോഴാണ്, നിന്റെ മുതലാളി പറയുന്നു ഡ്യൂട്ടി എപ്പോഴാണ്? ഡ്യൂട്ടി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വരണം, നിന്റെ ഡ്യൂട്ടി സമയം അപ്പോഴാണ് എന്ന് നിന്റെ മുതലാളി പറഞ്ഞാൽ, വിദേശത്തുള്ള നീ 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കൂലേ? നിന്റെ ഡ്യൂട്ടി ഉച്ചക്ക് 12 മണിക്കാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നീ എഴുന്നേറ്റുകൊണ്ട് ഡ്യൂട്ടിക്ക് വേണ്ടി ഓടൂലേ? കാരണം നിനക്കറിയാം ഇവിടെ 4 മണിക്ക് എഴുന്നേറ്റാലേ എനിക്ക് കൂലി കിട്ടൂ, ശമ്പളം കിട്ടൂ. ആ ശമ്പളം നാട്ടിൽ അയച്ചാലേ എനിക്ക് നാട്ടിൽ വീടുണ്ടാക്കാൻ കഴിയൂ, എനിക്ക് നാട്ടിൽ പറമ്പ് വാങ്ങാൻ കഴിയൂ. എന്നതുപോലെ നാളെ സ്വർഗത്തിൽ നിനക്ക് വീട് വേണ്ടേ, സ്വർഗത്തിൽ ഭക്ഷണം വേണ്ടേ, സ്വർഗത്തിൽ സുഖം വേണ്ടേ? എങ്കിൽ ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെ ജീവിക്കണം. ചിലപ്പോൾ പാതിരാത്രി എഴുന്നേൽക്കേണ്ടി വരും, ചിലപ്പോൾ ഉച്ചക്ക് എഴുന്നേൽക്കേണ്ടി വരും. നല്ല തണുപ്പുള്ള രാത്രിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേൽക്കേണ്ടി വരും. തഹജ്ജുദിന്റെ സമയത്ത്
അതാ പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം, നിന്റെ മുതലാളിയുടെ ഓഫീസിൽ നിന്ന് വിളി വരികയാണ്, നിന്റെ യജമാനന്റെ ഓഫീസിൽ നിന്ന് വിളി വരികയാണ്. ആ വിളി വരുന്ന സമയത്ത് എഴുന്നേറ്റ് പോകാതെ നിനക്കിവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല, സ്വർഗത്തിൽ വീടുണ്ടാക്കാൻ കഴിയില്ല, സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. എഴുന്നേറ്റേ പറ്റൂ. തുച്ഛ സമയമാണ്, വെയിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ളുഹറിന്റെ സമയത്ത് പള്ളിയിൽ വന്നേ പറ്റൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബിന്റെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് വായു ശ്വസിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ദിവസം ഒരു മനുഷ്യൻ ശ്വസിക്കുന്ന വായുവിന്റെ മൂല്യം എത്രമാത്രമാണെന്നറിയോ? 4800 രൂപയാണ് പോൽ. ഒരു മനുഷ്യൻ ശ്വസിക്കുന്ന വായുവിന്റെ മൂല്യം 4800 രൂപയാകുമ്പോ നിന്റെ ഭാര്യയും നിന്റെ 2 മക്കളും ശ്വസിക്കുന്ന വായു കൂട്ടിയാൽ എത്ര 10,000 നീ പണം കൊടുക്കേണ്ടി വരിക. ഒരു നയാ പൈസ പോലും പണം കൊടുക്കാതെ, ഒരു നയാ പൈസ പോലും വകയിരുത്താതെ പടച്ച റബ്ബിന്റെ ഭക്ഷണവും വെള്ളവും വായുവും എല്ലാം സഹിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ജീവിക്കുന്ന മനുഷ്യ, നാളാഖിറമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, നരകമുണ്ടെന്ന് അംഗീകരിക്കുന്ന മനുഷ്യ, ഇവിടുന്ന് ഇന്നല്ലെങ്കിൽ നാളെ യാത്ര പോകണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യ, രാജാവായ റബ്ബിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിനക്ക് ജമാഅത്തിനും നിസ്കാരത്തിനും വരാൻ മനസ്സ് അനുവദിക്കുന്നില്ല അല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നിന്റെ നേതാവല്ലേ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് വേണ്ടിയല്ലേ അവിടുന്ന് കല്ലേറ് കൊണ്ടത്? നിനക്ക് വേണ്ടിയല്ലേ അവിടുന്ന് എല്ലാം സഹിച്ചത്? ആ സർവത്യാഗങ്ങളും സഹിച്ച റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദിവസത്തിൽ 5 നേരം നിർബന്ധമായും ആ നേതാവിനോട് സലാം പറയണമെന്ന് പരിശുദ്ധ ഇസ്ലാമിനോട് കൽപ്പിച്ചിട്ട് ആ നേതാവിന് സലാം പറയുന്ന സമയത്ത് കിടന്നുറങ്ങിയ ആ നേതാവിനോട് സലാം പറയേണ്ട സമയത്ത് നീ അവഗണിച്ച് നടന്നാൽ നാളെ ആഖിറത്തിൽ ആ നേതാവിനെ കാണാൻ കഴിയുമോ? അല്ലാഹുവേ, ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. അവിടുത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഒരു ദിവസത്തിൽ 5 നേരം ആ നേതാവിന് സലാം പറയാൻ എന്റെ ചെറുപ്പക്കാരെ നമ്മൾ സമയം കാണണം. സുബ്ഹാനല്ലാഹ്. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. അല്ലാഹുവിന്റെ ഖുർആൻ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫൂൻ. പിൽക്കാലത്ത് ചില സമൂഹങ്ങൾ ഇവിടെ വരും. ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹുസ്സലാഹ്, നിസ്കാരം അവർ പാഴാക്കി കളയുന്നവരാണ്, നിസ്കാരം അവർ മൈൻഡ് ചെയ്യാത്തവരാണ്. അവരുടെ ദേഹേച്ഛയോടവർ പിൻപറ്റുന്നവരാണ്, സ്വന്തം ഇഷ്ടമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഫസൗഫ യൽഖൗന ഗയ്യാ, അവർ ഗയ്യെന്ന് പറയുന്ന നരകത്തിൽ കണ്ടുമുട്ടുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ.
എന്താ മോനെ നീ നരകത്തിൽ കടക്കാൻ കാരണമെന്ന് സ്വർഗാവകാശികൾ നരകവാസികളോട് ചോദിക്കുമ്പോ അവിടുന്ന് ആ നരകവാസികളെ മറുപടി കാലു അവർ പറയുന്ന മറുപടി എന്താണ്? ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നില്ല. ഓ ഉമ്മമാരെ, കല്യാണം വന്നാലും സൽക്കാരം വന്നാലും ചെറുപ്പക്കാരെ നിസ്കാരം വിട്ടുകൊണ്ടൊരു കളിയും വേണ്ട, നിസ്കാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതം വേണ്ട. റഹ്മത്തുൽ ആലമീനായ തങ്ങൾക്ക് പൊരുത്തമില്ല, അതേ ഖുലഫാഉർ റാഷിദിന് പൊരുത്തമില്ല. മുൻകഴിഞ്ഞു പോയ ഒരൊറ്റ ഇമാമിങ്ങൾക്കും നിസ്കാരം ഒഴിവാക്കുന്നത് പൊരുത്തമില്ല. ഇമാം ഗസാലി തങ്ങൾക്ക് പൊരുത്തമില്ല, ഇമാം നവവി തങ്ങൾക്ക് പൊരുത്തമില്ല, മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹുവിന് പൊരുത്തമില്ല. ഒരൊറ്റ മഹാന്റെയും പൊരുത്തമില്ല. ഈ കിടക്കുന്ന ഔലിയായിന്റെ പൊരുത്തമില്ല. ഉറൂസാണ്, സുബ്ഹാനല്ലാഹ്, ഉറൂസിന് വേണ്ടി നല്ല ജോറുബാറാണ്, അതിനു വേണ്ടി വളണ്ടിയറാണ്, അതിനു വേണ്ടിയിട്ട് നല്ല ഉഷാറായി ചോറ് വെക്കാനും വിളമ്പാനും ബേക്ക് ചെയ്യാനും അതിനുള്ള എല്ലാത്തിനും ഉഷാറാണ്. പക്ഷേ ലോഹർ നിസ്കരിച്ചില്ല, അസ്ർ നിസ്കരിച്ചില്ല, സുബഹി നിസ്കരിച്ചില്ല. ഇക്കടക്കുന്ന മഹാന്റെ പൊരുത്തം നിനക്കില്ല. സിയാറത്തിന് വേണ്ടി ഉമ്മമാരെ നിങ്ങൾ വിദൂര നാട്ടിൽ നിന്ന് വരികയാണ്, ഉറൂസിന് വേണ്ടി വാഹനം പിടിച്ചു വരികയാണ്, പാതിരാ സമയത്ത് വരെ വാത് കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് സുബ്ഹി ഖളാ ആക്കിയാൽ നീ സിയാറത്ത് ചെയ്ത വലിയിന്റെ പൊരുത്തം എനിക്കും നിങ്ങൾക്കും കിട്ടൂല. കാരണം ഔലിയാക്കൾ ഇവിടെ ജീവിച്ചത് നിസ്കാരം നിലനിർത്താനാണ്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ നിലനിർത്താനാണ്. ആ നിലയിൽ ചിന്തിച്ചു നോക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, കല്യാണത്തിനും സൽക്കാരത്തിനും ഇനിയിപ്പോൾ റമദാൻ വരാൻ വേണ്ടി പോവുകയാണ്. നോമ്പ് തുറയുടെ പേര് പറഞ്ഞിട്ട് മഗ്രിബ് ഖളാ ആക്കുന്ന ഉമ്മമാരില്ലേ, ശ്രദ്ധിക്കണേ ഉമ്മമാരെ, സൂക്ഷിക്കണേ കാരണവന്മാരെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന് പരിവർത്തനമുണ്ടാക്കാൻ ഉതകുന്ന ഹദീസല്ലേ ഇമാം ശിബിലി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഇഅ്മലി ദുനിയാക ബിഖദ്രി മകാമിക ഫീഹാ, ദുനിയാവിൽ നിന്റെ സ്ഥാനം എത്രയാണ്, നിന്റെ ആയുസ് എത്രയാണെന്ന് ചിന്തിച്ചിട്ട് വേണം നീ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കാൻ. ഇമാം ശിബിലി തങ്ങൾ പറയുന്നു, ഈ ഒരൊറ്റ വാക്ക് ഞാൻ അങ്ങ് ചിന്തിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, എന്നെക്കാളും വലിയ മഹത്വമുള്ള നേതാവല്ലേ റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി. വലൗ കാനതി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ദുനിയാവിൽ ഇന്ന് വരെ കാലകാലം താമസിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടില്ലല്ലോ, കാലകാലം ജീവിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെയും ഞാൻ കണ്ടില്ലല്ലോ. ഇനി ആർക്കെങ്കിലും അല്ലാഹു ദുനിയാവ് തീരെ എഴുതി കൊടുക്കുമായിരുന്നുവെങ്കിൽ അത് കൊടുക്കേണ്ട നേതാവായിരുന്നില്ലേ സയ്യിദുനാ റസൂലുള്ളാഹ്. ആ നേതാവ് പോലും യാത്ര പോയില്ലേ, ആ നേതാവ് പോലും മൺമറഞ്ഞു പോയില്ലേ. അപ്പോൾ എന്റെ ആയുസ് വളരെ കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഈ ആയുസിനിടയിൽ ദുനിയാവിന് വേണ്ടി കുറെ പണിയെടുത്തിട്ടെന്താ, ദുനിയാവിന് വേണ്ടി കുറെ സമ്പാദിച്ചിട്ടെന്താ. ഞാനങ്ങ് ചിന്തിച്ചു, അങ്ങനെ യഥാ ദുനിയാവിന് വേണ്ടിയുള്ള അധ്വാനം ഞാനങ്ങ് നിർത്തിവെച്ചു.
അത്യാവശ്യത്തിന് വേണ്ടിയുള്ളതല്ലാതെ അതേ ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ലാതെ മറ്റുള്ളതിൽ നിന്നെല്ലാം ഞാനങ്ങ് പിന്മാറാൻ തുടങ്ങിപ്പോയി. അപ്പോഴാണ് രണ്ടാമത്തെ വചനം എന്റെ കാതിലേക്ക് ഓതി വന്നു. ഏതാണ് ആ രണ്ടാമത്തെ വാക്ക് എന്നറിയോ? മോനെ ശിബിലി, ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുമ്പോ ദുനിയാവിൽ നിന്റെ ആയുസിന്റെ കണക്കനുസരിച്ച് അധ്വാനിക്കണം. രണ്ടാമത്തെ വാക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോനെ ശിബിലി, ഇഅ്മൽ ലി ആഖിറതിക, നിന്റെ ആഖിറത്തിന് വേണ്ടി നീ പണിയെടുക്കണം. എങ്ങനെയാ പണിയെടുക്കേണ്ടത്? ബിഖദ്രി ബഖായിക ഫീഹാ, ആ ആഖിറത്തിൽ നീ എത്ര കാലം താമസിക്കുമെന്ന് നോക്കിയിട്ട് പണിയെടുക്കണം. സുബ്ഹാന ജല്ല ജലാലു. ഒരൽപ്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ മാന്യ സഹോദരങ്ങളെ, ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കണം. എങ്ങനെ? ബിഖദ്രി ബഖായിക ഫീഹാ, ആഖിറത്തിലുള്ള നമ്മുടെ കാലം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. ആഖിറത്തിലെത്തിയാൽ പിന്നെ അവിടെ മരണമുണ്ടോ? അവിടെ മരണമുണ്ടോ? ഖാലിദീന ഫീഹാ അബദാ, അവിടെ കാലകാലം ജീവിക്കുകയല്ലേ? രക്ഷയാണോ? കാലകാലം രക്ഷയല്ലേ? ശിക്ഷയാണോ? കാലകാലം ശിക്ഷയല്ലേ? വല്ലാഖിറതു ഖൈറു വഅബ്ഖാ, ആഖിറവല്ലേ കാലകാലമുള്ള ലോകം. അതുകൊണ്ട് തന്നെ കാലകാലമുള്ള ലോകത്തിന് വേണ്ടി അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് നീ അധ്വാനിക്കണേ. മൂന്നാമതായി ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഹദീസിന്റെ ബാക്കി പത്രമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്നോട് ഉപദേശിച്ചു, മോനെ ഇഅ്മൽ ലില്ലാഹ് ബിഖദ്രി ഹാജതിക ഇലൈഹി, ഇഅ്മൽ ലില്ലാഹ്. ആലോചിക്കണേ എൻ്റെ ഉമ്മമാരെ, ശ്രദ്ധിക്കണേ എൻ്റെ കാരണവന്മാരെ, എന്താണ് ഈ പറഞ്ഞ വാക്ക്? ഗൗരവമുള്ള വിഷയമല്ലേ ഇത്? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ശിബിലി ഇമാമിനോട് മാത്രമല്ല, സംസാരിക്കുന്ന എന്നോടും ഇതേ ഭാഷയാണ്, നിങ്ങളോടും ഇതേ ഭാഷയാണ്. എന്താണ് നബി തങ്ങൾ പറയുന്നത്? മോനെ, നീ അല്ലാഹുവിന് വേണ്ടി അധ്വാനിക്കണോ, അല്ലാഹുവിന് വേണ്ടി നീ അമൽ ചെയ്യണോ. എങ്ങനെ? ബിഖദ്രി ഹാജതിക ഇലൈഹി, അല്ലാഹുവിലേക്കുള്ള നിന്റെ ആവശ്യത്തിന്റെ തോതനുസരിച്ച്, അല്ലാഹുവിലേക്ക് നിനക്ക് എത്രമാത്രം ആവശ്യമുണ്ട് ആ ആവശ്യത്തിന്റെ തോതനുസരിച്ച് നീ അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്യണേ. അല്ലാഹുവിലേക്കുള്ള നമ്മുടെ ആവശ്യം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. ആർക്കാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുക? ആർക്കാണ് നിഷേധിക്കാൻ വേണ്ടി പറ്റുക? അല്ലാഹുവിലേക്കുള്ള നമ്മുടെ ആവശ്യം ഒരു സെക്കൻഡ് പോലും ഒഴിവല്ലല്ലോ. പാവപ്പെട്ട എൻ്റെ ശരീരത്തിലെ ഒരു ചെറിയ അവയവമല്ലേ ഈ കാണുന്ന വിരല്. ഈ വിരൽ അനക്കണോ? എനിക്കെന്റെ റബ്ബ് വേണമല്ലോ. ആ റബ്ബിന്റെ സഹായമില്ലാതെ, ആ റബ്ബിൻ്റെതായിരിക്കുന്ന കഴിവില്ലാതെ എനിക്കൊരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയുകയില്ലല്ലോ. വേദന കൊണ്ട് ഞാൻ പറയുന്നു, ആ റബ്ബിനെയാണ് ഇപ്പോൾ പുതിയ തലമുറ ചോദ്യം ചെയ്യുന്നത്. ആ റബ്ബിനെയാണ് ഇപ്പോൾ പുതിയ തലമുറകൾ വെല്ലുവിളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എനിക്കങ്ങനത്തെ റബ്ബിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം എന്റെ കഴിവാണ്, സ്വന്തമായി എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതൊരു അഹങ്കാരത്തിന്റെ ചിന്തയല്ലേ നമ്മുടെ കൽബിലുള്ളത്? ചോദിക്കട്ടെ മോനെ, നിന്റെ താടിയിലെ കറുത്ത രോമങ്ങളില്ലേ, ആ കറുത്ത രോമങ്ങളതാ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ
കണ്ണാടിയിൽ നോക്കുമ്പോ ചില മുടികൾക്ക് വെളുപ്പ് നിറം കാണുന്നു. ആരാണ് ആ കറുപ്പ് നിറം മാറ്റിയത്? സ്വന്തമായി നിനക്ക് കഴിവുണ്ടെങ്കിൽ, സ്വന്തമായി നിനക്ക് കഴിയുമായിരുന്നുവെങ്കിൽ നിന്റെ കറുത്ത മുടി വെളുപ്പ് നിറമാക്കുമ്പോ നിനക്കത് തടയാമായിരുന്നില്ലേ? നിന്റെ കവളൊട്ടിയപ്പോ നിനക്ക് തടയാമായിരുന്നില്ലേ? നിന്റെ പല്ല് കൊഴിയുമ്പോ നിനക്ക് തടയാമായിരുന്നില്ലേ? നിന്റെ മുട്ട് മടങ്ങാതെ വിഷമം വന്നപ്പോ നിനക്കത് തടയാമായിരുന്നില്ലേ? ഇല്ലല്ലോ. ഖാലിഖായ റബ്ബിന്റെ സഹായമില്ലാതെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ലല്ലോ. നിനക്കൊരു ശ്വാസം പോലും വിടാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്കുള്ള നിന്റെ ആവശ്യത്തിന്റെ തോതനുസരിച്ച് നിനക്ക് എത്രമാത്രം അല്ലാഹുവിന് ആവശ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, രാവിലെ എഴുന്നേറ്റതാണ് ബാത്റൂമിൽ പോകാൻ. പക്ഷേ ബാത്റൂമിൽ പോയിട്ട് വയറ്റിലുള്ള മാലിന്യം പോകുന്നില്ലല്ലോ. എത്ര തവണയാ നീ ബാത്റൂമിൽ കയറി ഇറങ്ങിയത്? എത്ര വെള്ളമാ നീ കുടിച്ചു നോക്കിയത്? എന്തെല്ലാം മരുന്നാണ് നീ ഉപയോഗിച്ചത്? പക്ഷേ വയറ്റിലുള്ള മാലിന്യം പുറത്തു പോകുന്നില്ലല്ലോ. ഡോക്ടർമാരെ സമീപിച്ചില്ലേ? മരുന്ന് നീ വെച്ചു നോക്കിയില്ലേ? ആവശ്യമായ മരുന്ന് കുടിച്ചു നോക്കിയില്ലേ? പക്ഷേ നിന്റെ വയറ്റിലുള്ള മാലിന്യം പുറത്തു പോകുന്നില്ലല്ലോ. നിന്റെ വയറ് വീർക്കാൻ തുടങ്ങിയല്ലോ. ആ വയറ് വീർക്കും തോറും നിനക്ക് അസ്വസ്ഥതകൾ വന്നല്ലോ, നിനക്ക് വിശപ്പ് വന്നല്ലോ. പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ദാഹം വന്നല്ലോ, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ശ്വാസം വിടാൻ കഴിയുന്നില്ലല്ലോ. നിന്റെ വയറിങ്ങനെ വീർക്കുകയാണല്ലോ. ആരാ മോനെ ഇന്നലെ വരെ നിന്റെ വയറ്റിലുള്ള മാലിന്യങ്ങൾ പുറത്തു കളഞ്ഞത്? ആരാണ് ആ മാലിന്യങ്ങളെ അതാ നിനക്ക് പുറത്തു കളഞ്ഞുകൊണ്ട് സുഖം തന്നത്? ആരാണ് ഇപ്പോൾ ആ മാലിന്യം ബ്ലോക്ക് ചെയ്തത്? എല്ലാം പടച്ച റബ്ബ് അല്ലേ? ഇനി നീ നോക്കൂ ഉമ്മമാരെ, രാവിലെ അതേ ബാത്റൂമിൽ പോയതാണ്. പോയപ്പോ സുബ്ഹാനല്ലാഹ് മലമ്പുഴ ഡാം പൊട്ടിയതുപോലെ ഒരൊറ്റ പോക്കാണ്. പിന്നെയും പോകാൻ തോന്നുകയാണ്, പിന്നെയും പോവുകയാണ്. എല്ലാം പോയിട്ട് പിന്നെയും വെള്ളം വരികയാണ്, വെള്ളം പിന്നെയും വരികയാണ്. പിന്നെയും ബാത്റൂമിൽ പോകാൻ തോന്നുകയാണ്. ഒരേ പോക്ക് തന്നെയാ. ഒരു 4 പോക്ക് നീ അങ്ങ് ബാത്റൂമിൽ പോയപ്പോ ആരോഗ്യമുള്ള നീ, അതേ ശക്തിയുള്ള നീ, വെല്ലുവിളിച്ച നീ 4 തവണ നന്നായി ബാത്റൂമിൽ അങ്ങ് പോയപ്പോ കുഴഞ്ഞു പോയല്ലോ. ബാപ്പ താങ്ങിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ. എഴുന്നേക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. 4 പോക്ക് നന്നായി ബാത്റൂം അങ്ങ് പോയപ്പോ നിന്റെ ശരീരം അതാ തളർന്നു പോയല്ലോ. പിന്നെങ്ങനെയാണ് നിനക്ക് അഹങ്കാരിയാവാൻ കഴിയുന്നത്? പിന്നെങ്ങനെയാണ് നിനക്ക് റബ്ബിനെ വെല്ലുവിളിക്കാൻ കഴിയുന്നത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ് മോനെ. ഖുലിഖൽ ഇൻസാനു ളഈഫാ, ഖുലിഖൽ ഇൻസാനു ളഈഫാ. എത്ര വലിയ അധികാരമുണ്ടെങ്കിലോ, എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലോ, എത്ര വലിയ പവർ ഉണ്ടെങ്കിലോ, സൃഷ്ടാവായ റബ്ബ് എന്നെയും നിങ്ങളെയും കുറിച്ച് പറഞ്ഞത് ഖുലിഖൽ ഇൻസാനു ളഈഫാ. മനുഷ്യനെ ഞാൻ പടച്ചത് ബലഹീനനായിട്ടാണ് കേട്ടോ. മനുഷ്യൻ ബലഹീനനാണ് കേട്ടോ. സുബ്ഹാന ജല്ല ജലാലു. അതല്ലേ 4 പോക്ക് പോയപ്പോ അവൻ ബലഹീനനായി പോയി. സുബ്ഹാനല്ലാഹ്. അതിന്റെ ശരീരത്തിലെ ചെറിയ അവയവമല്ലേ അതിന്റെ 2 കണ്ണുകള്. ആ കണ്ണിന്റെ കാഴ്ചൊരൽപ്പം അങ്ങ് മങ്ങിയാൽ പിന്നെ നിനക്ക് സ്വന്തമായി നടക്കാൻ കഴിയുന്നില്ലല്ലോ. നീ ബലഹീനനായല്ലോ. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ആവശ്യമില്ലാതെ, റബ്ബിന്റെ സഹായമില്ലാതെ ഒരു സെക്കൻഡ് പോലും പടച്ച റബ്ബിന്റെ ഭൂമിയിൽ
ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ലല്ലോ. ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഈ കാര്യമങ്ങ് ചിന്തിച്ചു പോയി. എന്റെ റബ്ബിന്റെ സഹായമില്ലാതെ, ആ റബ്ബിന്റെ രക്ഷയില്ലാതെ എനിക്കൊരു നിമിഷം പോലും ഇവിടെ ജീവിതമില്ലല്ലോ. എന്നോട് എന്റെ ഹബീബ് പറഞ്ഞത്, അള്ളാഹുവിലേക്കുള്ള നിന്റെ ആവശ്യത്തിന്റെ തോതനുസരിച്ച് നീ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ഉറങ്ങിയില്ല, പിന്നെ ഞാൻ വിശ്രമിച്ചില്ല. ഉറങ്ങാൻ നേരത്ത് എന്റെ കൽബിൽ ചോദ്യം വന്നുപോയി, അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട സമയമാണിതെന്ന് പറഞ്ഞ് എന്റെ കണ്ണിന്റെ ഉറക്കം ഞാൻ മാറ്റിവെച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ഈ നിലക്കുള്ള ചില മഹാന്മാരെ നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹുവിലേക്കുള്ള ആവശ്യം മനസ്സിലാക്കിയിട്ട് ആ റബ്ബിന് വേണ്ടി ഉറക്കമൊഴിക്കുന്ന മഹാന്മാർ, ആ ഉറക്കമൊഴിഞ്ഞ മഹാന്മാർ, ആഖിറത്തിലെ കാലകാലമുള്ള ഉറക്കിന് വേണ്ടി പണിയെടുത്തവർ, ആഖിറത്തിലെ കാലകാലമുള്ള സുഖത്തിന് വേണ്ടി പണിയെടുത്തവർ. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അല്ലാഹ് എന്ന പ്രേമഭാജനം ഒരു മനുഷ്യന്റെ കൽബിലങ്ങ് നിറഞ്ഞാൽ, അല്ലാഹുവിലേക്കുള്ള ആവശ്യമുണ്ട് എന്ന് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിലങ്ങ് നിറഞ്ഞാൽ അവന്റെ കണ്ണിന് ഉറക്കം വരൂല, ഉറങ്ങാൻ കഴിയൂല. അതാണ് നലവേറും മീശാതോളുദൂരുവാലെ 40 ചാണ്ടോളം സുബ്ഹ് തൊഴുതോവർ. ഇശാഇന്റെ വുളു കൊണ്ട് 40 കൊല്ലത്തോളം സുബ്ഹ് നിസ്കരിക്കുന്നു, കണ്ണിൽ ഉറക്കം വരുന്നില്ല. മഹാനായ ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രിയും പഴയ അധ്വാനമാണ്, അല്ലാഹുവിന് വേണ്ടിയുള്ള അമലാണ്. അപ്പോഴാണ് മറ്റൊരു വചനം ഹബീബായ തങ്ങൾ പറഞ്ഞത്. ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ കൽബിലേക്ക് ഓർമ്മ വന്നു. ഏതാണ് ആ വചനം എന്നറിയോ? മോനെ ശിബിലി, ഇഅ്മൽ ലിന്നഹാർ ബിഖദ്രി സ്വബരിക ഫീഹാ. നരകത്തിന് വേണ്ടി നീ പണിയെടുത്തു, നരകത്തിൽ പോകുന്ന എല്ലാ പണിയും നീ എടുത്തോ. വ്യഭിചാരം നരകത്തിലേക്ക് എത്തിക്കുന്ന പണിയാണ്. കള്ളുകുടി വ്യഭിചാരത്തിലേക്ക് നരകത്തിലേക്ക് എത്തിക്കുന്ന പണിയാണ്. കളവ് പറയൽ, ഗീബത്ത് പറയൽ, നമീമത്ത് പറയൽ, ഫിത്ന പറയൽ, കുടുംബബന്ധം മുറിക്കൽ, മാതാപിതാക്കളെ ദ്രോഹിക്കൽ, ഇതെല്ലാം നരകത്തിലേക്ക് എത്തിക്കുന്ന പണിയാണ്. ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ പരിവർത്തനമുണ്ടാക്കിയ വചനം ഹബീബായ തങ്ങൾ പറഞ്ഞു, മോനെ ശിബിലി, ഇഅ്മൽ ലിന്നാർ, നരകത്തിന് വേണ്ടി നീ അധ്വാനിച്ചോ. പക്ഷേ ആ നരകത്തിൽ കിടക്കുന്ന പണിയെടുക്കുമ്പോ, നരകത്തിൽ കിടക്കുന്ന തെറ്റുകുറ്റങ്ങൾ നീ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ ഒരു ചിന്ത വേണം. എന്ത്? ബിഖദ്രി സബരിക ഫീഹാ, ആ നരകത്തിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയുമോ ഇല്ലേ? നരകം നമുക്ക് ക്ഷമിക്കാൻ കഴിയുമോ ഇല്ലേ എന്ന ബോധമുണ്ടെങ്കിൽ നരകത്തിന് വേണ്ടി പണിയെടുത്തോളൂ, വിരോധമില്ല. ഓ കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ആ നരകം നമുക്ക് ക്ഷമിക്കാൻ കഴിയുമോ? ആ നരകത്ത് നമുക്ക് കടക്കാൻ വേണ്ടി കഴിയുമോ?
ആ നരകത്തിലൊരു ചെറിയ തീ നമുക്ക് സഹിക്കാൻ കഴിയുമോ? അല്ലാഹുവേ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം അല്ലാ. അതുകൊണ്ടല്ലേ എല്ലാ മഗ്രിബിന്റെ ശേഷവും എല്ലാ സുബ്ഹിന്റെ ശേഷവും 7 തവണ ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കാര ശേഷം ദുആ ചെയ്യുമ്പോൾ നമ്മളോട് ഹബീബായ തങ്ങൾ പറഞ്ഞത് 7 പ്രാവശ്യം നിങ്ങൾ പറയണം, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഖുതുബയിൽ ഖതീബ് ദുആ ചെയ്യുന്നു, ആവർത്തിച്ച് പറയുന്നു, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, നരകത്തിൽ നിന്ന് നമ്മളോട് കാവൽ തേടാൻ നബി തങ്ങൾ പറയുന്നു. നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ടാൻ നേരത്ത് വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നരകത്തിൽ നിന്ന് കാവൽ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിൽ ചോദിക്കട്ടെ, ആ നരകത്തിൽ ഒരു ചെറിയ തീ നമുക്ക് സഹിക്കുമോ? അത് ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ദുനിയാവിലെ തീയിന്റെ 70 ഇരട്ടി എന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. അതിന്റെ എത്രയോ ഇരട്ടിയാണോ നമുക്കറിയില്ലല്ലോ. എന്നാൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നരകത്തിന് വേണ്ടി ചെയ്യുന്ന പണികൾ ചെയ്യുമ്പോ അത് ക്ഷമിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിട്ട് പണിയെടുക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ നിങ്ങൾക്കറിയില്ലേ, ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലിയൊരു പദ്യമുണ്ട്. ആ പദ്യം എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് മോചനം കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പദ്യം ഒരു 5 തവണ ചൊല്ലാൻ പഠിച്ചിട്ട് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണേ സഹോദരങ്ങളെ. ഏതാണ് ആ പദ്യമെന്നറിയോ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഅ്ലാ വല അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി فإنك غافر ذنب العظيم. عالم قريش يملأ طباق الأرض علما, ഭൂലോകം നിറയെ ഇൽമു കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ ഇവിടെ വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർദ്ദേശം നൽകിയ മഹാപണ്ഡിതനല്ലേ ഇമാമുന ശഫഈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞ ആലിമല്ലേ. ആ ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു പാടിയ വരിയാണ്. ചെറുപ്പക്കാരെ, ആരാണ് ഇമാമുന ശഫഈ? നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ശാഫി ഇമാമിന്റെ പവർ? എത്ര വലിയ ബുദ്ധിമാനായിരുന്നു, എത്ര വലിയ ആലിമായിരുന്നു. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനല്ലേ അഹ്മദ് ബിൻ ഹംബൽ. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദല്ലേ ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു പാടിയിട്ട് പറയുന്ന വരി എന്താണ്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, പടച്ചവനെ, പാവപ്പെട്ട ശാഫിക്ക് സ്വർഗത്തിൽ കടക്കാൻ ഒരു അർഹതയുമില്ല അല്ലാഹ്. ഷാഫി ഇമാമ പറയുന്നത് ഓരോ അതേ അർഹതയും സ്വർഗത്തിൽ കടക്കാൻ എനിക്കില്ല. എന്നാലോ വല അഖ്വാ അലാ നാരിൽ ജഹീമി, കത്തിയാളുന്ന നരകത്തിന്റെ ചൂട് സഹിക്കാനും ഈ ഷാഫിക്ക് കഴിയൂല റബ്ബേ, ആപതില്ല റബ്ബേ.
അതുകൊണ്ട് പടച്ച റബ്ബേ ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി, എൻ്റെ തൗബയൊന്ന് സ്വീകരിച്ച് പാപപ്പെട്ട എൻ്റെ ദോഷമൊന്ന് പൊറുക്കണേ അല്ലാഹ്. ഫഇന്നക ഗാഫിറുൽ ദംബിൽ അലീമി, എല്ലാ വൻദോഷങ്ങളും എല്ലാ തെറ്റുകളും പൊറുക്കുന്ന റബ്ബാകുന്ന നീ പാവപ്പെട്ട ഈ ഷാഫിയുടെ ദോഷം പൊറുക്കണേ അല്ലാഹ്. പറഞ്ഞത് ഇമാമുന് ഷാഫിയാണ്. ആരാണ് എൻ്റെ ചെറുപ്പക്കാരെ ഷാഫി ഇമാമ്? ഒരൊറ്റ കറാഹത്തും ജീവിതത്തിൽ ചെയ്തില്ലല്ലോ, ഒരൊറ്റ ഹറാമും അവിടുന്ന് ചിന്തിച്ചില്ലല്ലോ, ഒരൊറ്റ തെറ്റുകുറ്റങ്ങളും അവിടുത്തെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയില്ലല്ലോ. അറിയുമോ ആ ഷാഫി ഇമാമിന്റെ സൂക്ഷ്മത? ഷാഫി ഇമാമിന്റെ സൂക്ഷ്മത നിങ്ങൾക്കറിയുമോ? ഒരു ദിവസം ഇമാമുന് ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഒരാൾ വന്നു. എന്തിനാ വന്നത്? ഒരു മസ്അല ചോദിക്കാനാണ്. എന്താ മസ്അല? സുബ്ഹാനല്ലാഹ്, ഷാഫി മദ്ഹബുകാരാണ് എല്ലാവരും അല്ലേ? ഹനഫികാരുണ്ടോ? ആ ഷാഫി ഇമാമല്ലേ എങ്ങനെ വുളു എടുക്കണമെന്ന് ഖുർആൻ നോക്കി പഠിപ്പിച്ചത്, എങ്ങനെ കൈകെട്ടണം, എങ്ങനെ റുക്കൂ ചെയ്യണം, എങ്ങനെ സുജൂദ് ചെയ്യണം, എങ്ങനെ നിസ്കരിക്കണം, എല്ലാം നമ്മൾ പഠിച്ചത് ആ ഷാഫി ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ചാണ്. അത് മുഴുവനും മഹാൻ കണ്ടെത്തിയത് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ഹദീസിൽ നിന്നുമാണ്. അത് കണ്ടെത്താൻ വേണ്ടി മഹാൻ സഹിച്ച ത്യാഗം വലുതാണ്. ഏതോ ആവട്ടെ, ഷാഫി ഇമാമിന്റെ സമീപത്ത് ഒരു ദിവസം ഒരാൾ ഒരു മസ്അല ചോദിച്ചു വന്നു. എന്താണ് മസ്അല? ഓ ഷാഫി ഇമാം തങ്ങളെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന് രണ്ട് മുഖമാണ്. രണ്ട് മുഖമുള്ളൊരു പെണ്ണ് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ആ പെണ്ണ് വുളു ചെയ്യുന്ന സമയത്ത് രണ്ട് മുഖവും കഴുകണോ വേണ്ടേ? ഇതാണ് ചോദ്യം. സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ 6066 ആയത്ത് പരിശോധിച്ചാൽ ഇതിന്റെ ഉത്തരം കിട്ടുമോ? കിട്ടൂല. ഒരു പെണ്ണ് രണ്ട് മുഖമുണ്ടെങ്കിൽ ആ രണ്ട് മുഖമുള്ള പെണ്ണ് വുളു ചെയ്യുമ്പോൾ രണ്ട് മുഖവും കഴുകണോ വേണ്ടേ? ഇതാണ് ചോദ്യം. മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനിക്ക് മസ്അല പറയാതിരിക്കാൻ പറ്റുമോ? മുജ്തഹിദായ ഇമാമല്ലേ, 10 ലക്ഷം ഹദീസ് മനപ്പാടമല്ലേ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വന്ന മനുഷ്യനോട് പറയുന്നു, മനുഷ്യ, ഇതൊരു വല്ലാത്തൊരു കുടുക്കുള്ള മസലയാണ്. അതെങ്ങനെ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റൂല. മറുപടി പറയണമെങ്കിൽ ആ പെണ്ണിന്റെ മുഖമൊന്ന് എനിക്ക് കാണണം. ആ പെണ്ണിന്റെ മുഖം രണ്ട് മുഖമായിട്ടാണോ അല്ല ഒറ്റ മുഖമായിട്ട് തോന്നിപ്പിക്കുന്നതാണോ അല്ലേ എന്നൊക്കെ നോക്കി പരിശോധിക്കണം. മുഖം നോക്കി പരിശോധിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് മറുപടി പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വന്ന മനുഷ്യൻ പറയുന്നു, വിരോധമില്ല, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ആ പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അവരുടെ മുഖം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് വന്ന മനുഷ്യൻ പറയുകയാണ്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതാ ഒരു മസ്അല പറയാൻ വേണ്ടി ഒരു പെണ്ണിന്റെ മുഖം നോക്കാൻ വേണ്ടി വീട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറെ അങ്ങ് നടന്നപ്പോഴാണ് ഷാഫി ഇമാമിന്റെ മനസ്സിലേക്ക് ചോദ്യം വരുന്നു. ഉള്ളിൽ നിന്ന് ചോദ്യം വരുന്നു, അല്ല ഷാഫി ഇമാം തങ്ങളെ, നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന പെണ്ണ് നിങ്ങളെ ഭാര്യയാണോ, പെങ്ങളാണോ, ഉമ്മയാണോ? നിലവിൽ അതൊരു അന്യപെണ്ണല്ലേ. അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കൽ ഹറാമല്ലേ? മസ്അലക്ക് വേണ്ടിയാണെങ്കിൽ തന്നെയും നോക്കാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത്? നിങ്ങളാ നോക്കുന്ന പരിപാടി ശരിയാണോ? ഉള്ളിൽ നിന്ന് ചോദ്യം വരികയാണ്. ഷാഫി ഇമാമിന്റെ മനസ്സ് പടക്കുകയാണ്, യാ റബ്ബ്, അല്ലാഹ്, ഞാൻ കാണാൻ വേണ്ടി പോകുന്ന പെണ്ണ് എൻ്റെ ഭാര്യയല്ലല്ലോ, ഉമ്മയല്ലല്ലോ, പെങ്ങളല്ലല്ലോ,
അന്യപെണ്ണാണല്ലോ, എനിക്ക് ആ പെണ്ണിന്റെ മുഖം നോക്കാതെ മസല പറയാതിരിക്കാനും പറ്റൂല, എന്നാ പിന്നെ പെണ്ണിന്റെ മുഖമോ നോക്കാനും പറ്റൂല. ശൈത്താന്റെയും കടലിനെ നടുക്കുപെട്ടതുപോലെയായല്ലോ. എന്ത് ചെയ്യുമെന്ന് തീരുമാനിച്ച് മഹാനവകൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ നടന്നു. കൂടെ വന്ന ആള് ചോദിക്കുന്നു, അല്ല നിങ്ങളെന്തേ മസല പറയാതെ അതേ പെണ്ണിനെ കാണാതെ മടങ്ങി വന്നത്? ഉടനെ വന്നയാളോട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ ആ പെണ്ണിന്റെ വാപ്പയുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ? ഓ വാപ്പ ജീവിച്ചിരിപ്പുണ്ടല്ലോ. എന്നാൽ നീയൊന്നൊരു കാര്യം ചെയ്യണം, ആ ബാപ്പയോട് പോയി നീ സംസാരിക്കണോ, പാവപ്പെട്ട ശാഫി ഇമാമാകുന്ന എനിക്ക് ആ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു തരുമോ, ഭാര്യയാക്കി തരുമോ? നിങ്ങളൊന്ന് സമ്മതം ചോദിക്കണം. നോക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാഫി ഇമാമിന്റെ സൂക്ഷ്മത. ആ ശാഫി ഇമാമാണ് പറയുന്നത്, പടച്ചോനെ സ്വർഗത്തിൽ കടക്കാൻ എനിക്കൊരു അർഹതയും ഇല്ല, നരകം ക്ഷമിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ശാഫി ഇമാം ആളെ പറഞ്ഞേക്കുകയാണ്. ആ പെൺകുട്ടിയെ നിക്കാഹ് അന്വേഷണത്തിന് വേണ്ടി ആളെ പറഞ്ഞേച്ചു. സുബ്ഹാനല്ലാഹ്. ശാഫി ഇമാം നിങ്ങളെ മകളെ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുന്നു, സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ ബാപ്പ പറയുന്നു, വിരോധമില്ല, പക്ഷേ 1000 ദീനാർ മഹർ വേണം. സുബ്ഹാനല്ലാഹ്, കിട്ടിയ ചാൻസാണ്. ഒരാളും ഈ പെണ്ണ് കിട്ടൂലെന്നറിയാം. ശാഫി ഇമാമല്ലേ കെട്ടാൻ വരുന്നത്, കിട്ടുമ്പോ കിട്ടട്ടെ എന്ന് മനസ്സിലാക്കി 1000 ദീനാർ വേണമെന്ന് പറയുകയാണ്. നിങ്ങൾ നോക്കൂ, മറുപടി എത്തുന്നു ശാഫി ഇമാമിന്റെ ഹദ്റത്തില്. 1000 ദീനാർ മഹർ കൊടുത്താൽ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തരാം എന്നാണ് വാപ്പയുടെ മറുപടി. ഞാനാണെങ്കിൽ ഞാൻ പറയും, പോയി പണിയുണ്ടാ നോക്ക്. 1000 ദീനാർ കൊടുത്തിട്ട് ഈ 2 കണ്ണിന്റെ തലയുള്ള പെണ്ണ് കെട്ടാൻ നിൽക്കണോ? സുബ്ഹാനല്ലാഹ്. പക്ഷേ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, ഞാനിവിടെ 1000 ദീനാർ മുടക്കിയിട്ട് ആ പെണ്ണിനെ നിക്കാഹ് ചെയ്ത് ഒരു മസല പറയാതിരുന്നാൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് ആ ഇൽമ് കിട്ടുകയില്ലല്ലോ. എന്റെ കാരണം കൊണ്ട് സർവ്വ മുഅ്മിനീങ്ങൾക്കും കിട്ടേണ്ട ഇൽമ് തടയുകയാണല്ലോ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 1000 ദീനാർ നിക്കാഹിന് മഹർ നിശ്ചയിച്ചു. അത് കൊടുക്കാൻ തീരുമാനമെടുത്തു. അതാ മോശങ്ക വന്നു നിക്കാഹ് ചെയ്തു. ഇമാം ശാഫിഈ തങ്ങൾ വീട്ടിൽ കൂടുകയാണ്. വീട്ടിൽ കൂടിയ ഉടനെ പെൺകുട്ടിയുടെ സമീപത്ത് ചെന്ന് ആ പെൺകുട്ടിയുടെ തട്ടമെല്ലാം മാറ്റിയിട്ട് മുഖത്തിന്റെ ശൈപ്പെങ്ങനെയാണ്, 2 മുഖം ഒരുപോലെയാണോ, അല്ല രണ്ടും രണ്ടായിട്ടാണോ, എല്ലാം വിശദമായി പഠിച്ചു, എല്ലാം നോക്കിയെടുത്തു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 1000 ദീനാർ കൂടി കൊടുത്തിട്ട് പറയുന്നു, തല്ലഖ്തു സൗജതീ, എന്റെ ഭാര്യയെ ഞാൻ ത്വലാഖ് ചൊല്ലുന്നു. ഈ ഒരൊറ്റ സെക്കൻഡ് നേരത്തേക്ക്, ഒരൊറ്റ നിമിഷ നേരത്തേക്ക് ഒരു അന്യ പെണ്ണിന്റെ മുഖം നോക്കേണ്ടി വന്ന ഘട്ടത്തില് 1000 ദീനാർ കൊടുത്ത് നിക്കാഹ് ചെയ്ത് 1000 ദീനാർ കൊടുത്ത് ത്വലാഖ് ചൊല്ലിയിട്ട് ദീനിന്റെ മസല പറഞ്ഞ പണ്ഡിതനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ഇൽമിലൊക്കെ നീ ധാരാളം വർധനവ് നൽകണം അല്ലാ. ഞങ്ങൾക്കുള്ള ഇൽമു നാഫിയാക്കി തരണം അല്ലാ. നാളെ സ്വർഗത്തിൽ ആ മഹാനുഭാവനെ കാണാനും കൈപിടിക്കാനും അവിടുത്തെ മദ്ഹ് പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ അവസരം തരണം അല്ലാ. അത്രയും സൂക്ഷ്മത കാണിച്ച മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയ വരിയാണ് ഞാൻ പറഞ്ഞത്. വലാ അലാ നാരിൽ ജഹീമി, കത്തുജ്വലിക്കുന്ന നരകം ക്ഷമിക്കാൻ എനിക്ക് കഴിവില്ല റബ്ബേ.
തീയിലിട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ് കരിക്കുന്നത് ഒരാൾക്കും ഇഷ്ടമുണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇമാമുൻ ശബിലി റളിയല്ലാഹു അൻഹു അവിടുന്ന് ചിന്തിക്കുന്നു, പിന്നെ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് എന്നെ നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തിയാണോ, ഞാൻ അതിൽ നിന്ന് പിന്മാറിപ്പോയി. ഞാൻ പിന്നെ കള്ളു കുടിച്ചില്ല, പിന്നെ അനാവശ്യങ്ങൾ ചെയ്തില്ല, പിന്നെ ഞാൻ കൊള്ളയടിച്ചില്ല, പിന്നെ ഞാൻ പിടിച്ചു പറിച്ചില്ല, പിന്നെ ഞാൻ ആക്രമിച്ചില്ല. കാരണം എനിക്കറിയാം ഇതെല്ലാം നരകത്തിന് വേണ്ടിയുള്ള പണിയാണ്. നരകമാണോ എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്തതാണ്. പിന്നെയും മഹാനായ ഇമാമുൻ ശബിലി റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഇഅ്മലിന്നാർ ബിഖദ്രി സ്വബ്രിക ഫീഹാ. ആ വലിയ പോക്കിരിയായി ജീവിച്ച ഇമാം അവറുകൾ, തെമ്മാടിയായി ജീവിച്ച മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് പിന്നെ ഇബാദത്തിന്റെ വഴിയിലേക്ക് നീങ്ങിപ്പോയി, നരകത്തുനിന്ന് രക്ഷപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുപോയി. ആരെന്ത് പറഞ്ഞാലും തിരിച്ചങ്ങോട്ടൊന്നും ഒരു പ്രതികാരമില്ല, ഒരാളെയും കുറ്റപ്പെടുത്തലുകളില്ല. അവസാനം ഇമാമുൻ ശബിലി റളിയല്ലാഹു അൻഹു പടച്ച റബ്ബിലേക്ക് കൽബങ്ങ് തിരിഞ്ഞപ്പോ ദുനിയാവിൽ നിന്ന് കുളിക്കാൻ മറന്നുപോയി, മുടി മുറിക്കാൻ മറന്നുപോയി, നഖം മുറിക്കാൻ മറന്നുപോയി. അല്ലാഹു എന്ന ചിന്ത, ആഖിറമെന്ന ചിന്ത, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്ത, സ്വർഗത്തിലെത്തണമെന്ന ചിന്ത, ആ ഒരു ചിന്ത കൽബിലങ്ങ് ലയിച്ചപ്പോ പിന്നെ ദുനിയാവിന്റെ ചിന്തയില്ല, കുളിക്കണമെന്ന ഓർമ്മയില്ല, മുടി മുറിക്കണമെന്ന ഓർമ്മയില്ല, പല്ല് തേക്കണമെന്ന ഓർമ്മയില്ല. നിങ്ങൾ ചില ഔലിയാക്കളെ കണ്ടിട്ടില്ലേ, അവർ അല്ലാഹുവിന്റെ മാർഗത്തിലങ്ങ് ലയിച്ചപ്പോ അവരെല്ലാം മറന്നുപോയതാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹുവിലേക്ക് ലയിച്ച ചില മഹാന്മാര്, അവരുടെ സംസാരങ്ങൾ തന്നെ പ്രത്യേക ശൈലിയായിരിക്കും. അള്ളാഹുവിലേക്ക് ലയിച്ച മഹാന്മാരുടെ ചില സംസാരങ്ങൾ അത് പ്രത്യേക ശൈലിയുള്ള സംസാരമായിരിക്കും. നിങ്ങളൊക്കെ പണ്ട് കാലത്ത് മലപ്പുറം ജില്ലയിൽ ഒരു വലിയ സൂഫിയായ മനുഷ്യൻ, അദ്ദേഹം സുബ്ഹാനല്ലാഹ് ഇങ്ങനെ റോട്ടിലൂടെ നടക്കും. ആൾക്കാരൊക്കെ അയാളെ ഭ്രാന്തെന്നാ വിളിക്കുക. പക്ഷേ മൂപ്പർ റോട്ടിലൂടെ നടന്നു പോകുമ്പോ ഇങ്ങനെ പാട്ടും പാടും. എന്താ പാട്ടെന്നറിയോ? പെണ്ണ് കെട്ടാൻ ബോധിയുണ്ട്, പെണ്ണ് കെട്ടാൻ പൂതിയുണ്ട്, കായില്ലാണ്ടെന്ത് ചെയ്യാനാ. പെണ്ണ് കെട്ടാൻ പൂതിയുണ്ട്, കായില്ലാണ്ടെന്ത് ചെയ്യാനാ. ഇത് ഇങ്ങനെ പാടിപ്പാടി കണ്ടപ്പോ ചില ചെറുപ്പക്കാരിലും കൂടി അയാൾക്ക് എന്താക്കി, പെണ്ണ് കെട്ടിക്കാൻ തീരുമാനിച്ചു. ഇയാളിങ്ങനെ പെണ്ണ് കെട്ടാൻ പോകുന്നു നടക്കുകയാണ്. അപ്പൊ അയാളവിടെ എന്താക്കി, അയാളെ പെണ്ണ് കെട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ചെറുപ്പക്കാലം കൂടി പൈസ പിരിവെടുത്ത് നല്ല ഡ്രസ്സെല്ലാം വാങ്ങി, മഹറെല്ലാം വാങ്ങി, പെണ്ണിനെ കണ്ട് ഉറപ്പിച്ച് കെട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ച അയാളോട് പറഞ്ഞത്, ആ പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, പണമൊക്കെ റെഡിയാണ് പറഞ്ഞു. അപ്പോഴാണ് ഈ മനുഷ്യൻ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണിനല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് സ്വർഗത്തിലെ ഹൂറിലിംഗനായ പെണ്ണിനെയാ വേണ്ടത്, ആ പെണ്ണിനാ കെട്ടേണ്ടത്. അപ്പണ്ണിനെ കെട്ടാനാ ബോധിയുള്ളത്. ഈ നാട്ടിലെ ചട്ടിയും പൊട്ടിയും പോലെ സൈസ് അല്ല, എനിക്ക് വേണ്ടത് ഹൂറിലിങ്ങളെയാണ്. അപ്പണ്ണിനെ കെട്ടാൻ ബോധിയുണ്ട്, അപ്പണ്ണിനെ കെട്ടാൻ പറ്റിയ കായ് എന്റെ ഇല്ല. ആ കായ് ഏതാണ്? അൽ-അഅ്മാലു സ്വാലിഹാ, സൽക്കർമ്മങ്ങളൊന്നും എന്റെ കയ്യിലില്ല, പക്ഷെ പെണ്ണ് കെട്ടാൻ ബോധിയുണ്ട് എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് മഹാൻ വിശദീകരിച്ചു. അതുപോലെ നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമീ തങ്ങള്, അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, മഹാനവറുകൾ ഒരു ദിവസം മമ്പുറത്തുനിന്ന് പുറപ്പെടുകയാണ്. മമ്പുറത്തുനിന്ന് പുറപ്പെട്ടിട്ട് മഹാൻ പോകുന്നത് അതാ ഇരിക്കപ്പടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എന്റെ ഓർമ്മ. മമ്പുറത്തിൽ നിന്ന് ഇരിക്കപ്പടി എന്ന സ്ഥലത്തേക്ക് മഹാൻ പുറപ്പെടുകയാണ്. പോകുന്ന സമയത്ത് മഹാനവറുകൾ ഒറ്റ ദുആ, പടച്ചവനെ മമ്പുറത്തുനിന്ന് ഇരിക്കപ്പടി എത്തുമ്പോഴേക്ക് പത്തിരിച്ചാറ് നീ കുടിപ്പിക്കണേ അല്ലാഹ്.
മമ്പുറത്തുനിന്ന് ഇരിക്കപ്പടിയ നെടിയിരുപ്പെത്തുമ്പോഴേക്ക് നീ പത്തിരിച്ചാറ് കുടിപ്പിക്കണേ അല്ലാ. അപ്പോഴാണ് നെടിയിരിപ്പുകാർ വാർത്ത അറിഞ്ഞു മമ്പുറം നിങ്ങൾ നെടിയിരിപ്പിലേക്ക് വരുന്നുണ്ട്. വരുമ്പോഴേക്ക് നല്ല പത്തിരിയും ചാറും ഉണ്ടാക്കി വെക്കണം. അങ്ങനെ നല്ല പത്തിരിയും ചാറൊക്കെ മമ്പുറം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച് തിന്നാൻ വേണ്ടി കൊടുക്കുമ്പോ മഹാനവർക്കോട് പറയുന്നു, തങ്ങളെ നിങ്ങൾ മമ്പുറത്തുനിന്ന് ദുആ ചെയ്തില്ലേ, മൺപുറത്തുനിന്ന് വരുമ്പോൾ ദുആ ചെയ്തില്ലേ, നെടിയിരിപ്പെത്തുമ്പോഴേക്ക് പത്തിരി ഇറച്ചിയും വേണമെന്ന് ഞങ്ങൾ നല്ല പത്തിരിയും ഇറച്ചിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ പറയുന്നു, മക്കളെ ഞാൻ പറഞ്ഞ മമ്പുറമുണ്ടല്ലോ, ഈ മലപ്പുറം ജില്ലയിലെ മമ്പുറമല്ല, മണ്ണിന്റെ പുറമാകുന്ന ഭൂമിയിൽ നിന്ന് നെടിയിരിപ്പ് എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ, ഈ നാട്ടിലെ നെടിയിരിപ്പല്ല, നെടുവീർപ്പിട്ടുകൊണ്ട് മുങ്കർ നക്കീറിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഇരുത്തമില്ലേ, നെടുവീർപ്പിട്ടുകൊണ്ട് മുൻകർ നക്കീറിന്റെ മുമ്പിൽ പോയിരിക്കുന്ന ഒരു ദിവസമില്ലേ, ആ നെടുവീർപ്പിട്ടിരിക്കുന്ന സമയത്തെത്തുമ്പോഴേക്ക് പത്തിരിച്ചാറ് കുടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പത്തിരിയല്ല, പത്തിരി 20 ചാറ് 4 24 24 അക്ഷരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൺപുറത്ത് നിന്ന് ഖബറിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന 24 അക്ഷരമുള്ള കലിമ ചൊല്ലി മരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ് എന്നാണ് ആ ദുആഇന്റെ അർത്ഥമെന്ന് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ അവിടുന്ന് നാട്ടുകാരോട് പറഞ്ഞതായി അവിടുത്തെ ചരിത്രത്തിൽ വായിക്കാൻ വേണ്ടി കഴിയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു ഇതുപോലെ ദുനിയാവുമായി ബന്ധം വിട്ടുപോയി, സാഹിദായി പോയി. അതാ നാട്ടിലെ ചെറിയ കുട്ടികൾ വന്ന് ഭ്രാന്തനെന്ന് വിളിച്ച് കളിയാക്കി പോയി. ചില കുട്ടികൾ വന്ന് കല്ലെടുത്തെറിയാൻ തുടങ്ങിപ്പോയി, ചില കുട്ടികൾ വന്ന് എറിയാൻ തുടങ്ങിപ്പോയി. മഹാനായ ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു നടന്ന് ഒരു വിധ നടന്നിട്ട് വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി. ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി അവിടെ ഇരുന്നു. ക്ഷീണം കൊണ്ട് മഹാൻ ആ മരത്തിന്റെ ചുവട്ടിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോഴതാ നാട്ടിലെ വികൃതി കുട്ടികൾ വന്നു. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിന് നേരെ കുറെ കല്ലെറിഞ്ഞു. കുറെ കുട്ടികൾ വടിയെടുത്തിട്ട് ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ഏതാ ഉറക്കിൽ നിന്ന് ഞെട്ടി അങ്ങുണർന്നു. ഞെട്ടി ഉണർന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ചുറ്റുഭാഗത്തും കുറെ കുട്ടികൾ കല്ലെടുത്തെറിയുന്നു. ചില കുട്ടികളുടെ കയ്യിൽ കല്ലുണ്ട്, കുറെ കല്ല് തന്റെ കാൽ ചുവട്ടിൽ വീണ് കിടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ ഇമാം ശിബിലി തങ്ങൾ ചിന്തിച്ചു, ഈ മക്കൾ എന്റെ നേരെ കുറെ കല്ലെറിഞ്ഞില്ലേ, ആ എറിഞ്ഞ കല്ലൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു കല്ലെടുത്ത് തിരിച്ചെറിഞ്ഞാലോ. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ഒരു കല്ലങ്ങെടുത്ത് ആ കുട്ടികളെ തിരിച്ചങ്ങ് എറിയാൻ വേണ്ടി കൈയുയർത്തിയപ്പോൾ ചാരി നിൽക്കുന്ന മരമില്ലേ, ആ മരം ഒരൊറ്റ വിളിയാണ്, യാ ശിബിലി കുൻമിസിലി, യാ ശിബിലി കുൻമിസിലി, യാ ശിബിലി കുൻമിസിലി. ഓ ശിബിലി തങ്ങളെ എറിയല്ല. ആ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞതിന്റെ പേരിൽ, ആ കുട്ടികൾ കൊയ്യെടുത്തെറിഞ്ഞതിന്റെ പേരിൽ തിരിച്ച് നിങ്ങൾ കല്ലെടുത്തെറിയല്ല. നിങ്ങൾ എന്നെ പോലെയാകൂ ശിബിലി തങ്ങളെ, നിങ്ങൾ എന്നെ പോലെയാകൂ ശിബിലി തങ്ങളെ. മരം സംസാരിക്കുന്നു. എന്തേ മരം പറയാൻ കാരണം? ഓ ശിബിലി തങ്ങളെ, ഈ മക്കൾ എന്റെ നേരെ കല്ലെറിയാറുണ്ട്, അവർ വടിയെടുത്തെറിയാറുണ്ട്. എറിയുന്ന സമയത്ത് ഇന്ന് വരെ ഞാൻ ആ മക്കളെ കല്ലുകൊണ്ട് തിരിച്ചെറിഞ്ഞിട്ടില്ല, അവരെ തിരിച്ചടിച്ചിട്ടില്ല. അവർ ഓരോ കല്ലെടുത്ത് എന്നെ എറിയുമ്പോഴും ഞാൻ ആ മക്കൾക്ക് നല്ല മധുരമുള്ള മാമ്പഴം അവർക്ക്
കൊടുക്കലാണ്. ഓരോന്നെറിയുമ്പോഴും അവർക്കിഷ്ടം പോലെ നല്ല പഴുത്ത പഴം ഞാൻ ഇങ്ങനെ കൊടുക്കും. ഇതാണ് എൻ്റെ സ്വഭാവം. അതുപോലെ ശിബിലി തങ്ങളെ ഇങ്ങോട്ട് എറിഞ്ഞവനോട് പ്രതികാരം ചെയ്യല്ല, കല്ലെടുത്തെറിയല്ല, കൂക്കി വിളിക്കല്ല. വലിയ പാഠമല്ലേ ഇത് നമുക്ക് സഹോദരങ്ങളെ? ഒരുപക്ഷെ നമ്മെ ചീത്ത പറഞ്ഞവരുണ്ടാവാം, നമ്മോട് പിണങ്ങിയവരുണ്ടാവാം, നമ്മെ ആക്ഷേപിച്ചവരുണ്ടാകാം, നമ്മെ കുറ്റപ്പെടുത്തിയവരുണ്ടാവാം. ഓ ഉമ്മമാരെ, ഒന്ന് പറഞ്ഞാൽ ഞാൻ അവൻ രണ്ട് പറയുമെന്ന വാശി നമുക്കാർക്കും വേണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചത് എന്താണ്? ഇത്തഖിൽ മഹാരിമ തകുൻ മുസ്ലിമാ. ഹറാമുകളെ നീ സൂക്ഷിച്ചാൽ മുസ്ലിമാകും. അതുപോലെ തന്നെ നിന്നെ ആക്രമിച്ചവനിക്ക് നീ ഗുണം ചെയ്താൽ, ഇങ്ങോട്ട് ആക്രമിച്ചവനിക്ക് നീ നന്മ ചെയ്താൽ തകുൻ മുഅ്മിനാ, നീ മുഅ്മിനാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെയും അങ്ങോട്ട് ആക്രമിക്കാൻ പോകേണ്ടതില്ല, അങ്ങോട്ട് ചീത്ത പറയാൻ പോകേണ്ടതില്ല, അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ പോകേണ്ടതില്ല. ഇനി അഥവാ നമ്മെ ആരെങ്കിലും ചീത്ത പറഞ്ഞു എന്ന് കേട്ടാൽ തിരിച്ചൊരു പ്രതികാരത്തെ നമ്മളാരും പോകേണ്ടതില്ല. അത് മനുഷ്യനതാ അതേ മരത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണ്. മരത്തെ കണ്ടില്ലേ നിങ്ങൾ? കല്ലെറിയുമ്പോ അവർ നല്ല പഴം പകരം കൊടുക്കുന്നു. ഇതുപോലെ ഇങ്ങോട്ട് കല്ലെറിഞ്ഞവർ, ഇങ്ങോട്ട് ചീത്ത വിളിച്ചവർ, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്ന ഒരു വിശാല മനസ്സ് നമുക്ക് വേണം. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവല്ലേ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ, ഏറ്റവും നല്ല മാതൃകയായ നമ്മുടെ നേതാവ്. അവിടുന്ന് ആക്രമിച്ച ശത്രുക്കൾക്ക് വേണ്ടി ഉഹദ് മല മുഴുവനും മറിച്ചിട്ടുകൊണ്ട് നശിപ്പിക്കട്ടെയോ നബിയേ. സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി വഇന്നഹും ലാ യഅലമൂൻ. പടച്ചവരെ, എൻ്റെ ഉമ്മത്തിന് പൊറുക്കണം അല്ലാ, അവർ വിവരമില്ലാത്തവരാണ് അല്ലാ എന്ന് ദുആ ചെയ്ത നേതാവിൻ്റെ അനുയായികളായ നമുക്ക് എങ്ങനെ നമുക്ക് പ്രതികാരം ചെയ്യാൻ കഴിയോ? എങ്ങനെ നമുക്ക് പ്രതികാരം ചോദിക്കാൻ കഴിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ നിലയിലേക്ക് നമ്മുടെ മനസ്സ് ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്നവരാവണം. മറ്റുള്ള ജീവികളിൽ നിന്ന് പാഠമുൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അതേ സന്തോഷിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കണോ? നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഇമാമുന ശിബ്ലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിന് മാറ്റം വരുത്തിയിട്ട് നല്ല വലിയിന്റെ പട്ടികയിലേക്ക് മഹാൻ ഉയർന്നത് എന്ന് മാത്രമല്ല, മുൻകാലത്ത് ജീവിച്ച ചില മഹാന്മാർ അവർ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നോക്കുമ്പോ അതാ ബേക്കിലുള്ള മരത്തിന്റെ മുകളിൽ നിന്ന് പക്ഷികൾ ഇങ്ങനെ കരയുന്നു, അപ്പുറത്ത് ബേക്കിലുള്ള ആട്ടിൻകൂട്ടിൽ നിന്ന് ആട് കരയുന്നു, അപ്പുറത്തുനിന്ന് പശു കരയുന്നു. ഇങ്ങനെ പല ജീവികളും മഹാനവറുകൾ എഴുന്നേറ്റപ്പോൾ അതേ പരിസരത്തുള്ള ജീവികളൊക്കെ എഴുന്നേറ്റുകൊണ്ട് കരയുന്നു. ആ സമയത്തൊരു മഹാൻ പാടിയ പദ്യമാണ് ലഖദ് ഹാതഫത് ഫീ ജുൻഹി ലൈലിൻ ഹമായിമു അലഫാനനിൻ വഹിനൻ വഇന്നി ലനായിമു. ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും ആദ്യം എണീച്ച ആള്. പടച്ചവനെ പേടിച്ച് സ്വർഗം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റാള് ഞാൻ എന്നാ വിചാരിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്
ഞാൻ എഴുന്നേറ്റ് വുളൂ ചെയ്യാൻ നോക്കുമ്പോഴല്ലേ മാടപ്രാവ് മുകളിൽ നിന്ന് കരയുന്നു. എന്നെക്കാൾ മുമ്പേ മാടപ്രാവ് എഴുന്നേറ്റ് അല്ലാഹുവിനിക്ക് തസ്ബീഹ് ചൊല്ലിയല്ലോ. കാക്കകൾ കരഞ്ഞുവല്ലോ, ആടുകൾ കരഞ്ഞുവല്ലോ. കദബ്തു വബൈതില്ലാഹി ലൗ കുന്തു അശിഖാ ലമാ സബഖത്നി ബിൽ ബുകാഇൽ ബഹായിമു. അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറെ ഇഷ്ടമുള്ള അടിമയാണ് ഞാനെന്ന് എൻ്റെ അവകാശവാദമായിരുന്നു. പക്ഷേ ഞാൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പേ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നാൽക്കാലി മൃഗങ്ങൾ എഴുന്നേറ്റ് കരഞ്ഞുവല്ലോ. വീട്ടിൻ്റെ പിന്നാമ്പുറത്തുള്ള ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആടെഴുന്നേറ്റ് കരഞ്ഞുവല്ലോ, കോഴി കരഞ്ഞുവല്ലോ. ഞാനെന്തൊരു മോശക്കാരനാണ്. റബ്ബിനെ ഇഷ്ടം വെക്കുന്നു, ആഖിറം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നെക്കാൾ മുമ്പ് വിവരമില്ലാത്ത മറ്റ് ജീവികൾ എഴുന്നേറ്റ് റബ്ബിന് തസ്ബീഹ് ചൊല്ലിയല്ലോ. റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുവല്ലോ. ഓ ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യ, ബുദ്ധിശാലിയാണെന്ന് അവകാശപ്പെടുന്ന മനുഷ്യ, ഞാൻ ഒരിക്കലും കോഴിയേക്കാൾ അതപ്പതിച്ചവനായി കൂടാ, ആട്ടിനേക്കാൾ അതപ്പതിച്ചവനായി കൂടാ, പശുവിനേക്കാൾ അതപ്പതിച്ചവനായി കൂടാ. നിന്നേക്കാൾ ബുദ്ധിയുള്ള ജീവിയായി ഒരിക്കലും കോഴിയാവാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, സലാസത്തു അസ്വാത്തുൻ യുഹിബ്ബുഹുല്ലാഹ്. 3 ശബ്ദങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള ശബ്ദമാണ്. 3 സൗണ്ട് അല്ലാഹുവിന് ഇഷ്ടമുള്ള ശബ്ദമാണ്. ഇത് പറഞ്ഞിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി എണ്ണിയ ശബ്ദം ഏതാണ്? സൗതുദ്ദീഖ്, കോഴിയുടെ ശബ്ദം അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള ശബ്ദമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. കോഴിയുടെ ശബ്ദം അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. എന്തേ കാരണമെന്നറിയോ? സൗതുദ്ദീഖ് തസ്ബീഹത്തുലില്ലാഹ്. 2 കാരണമാണ് മഹാന്മാർ പറഞ്ഞത്. കോഴിയുടെ ശബ്ദം അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെടാനുള്ള കാരണം 2 കാരണമാണ്. ഒന്ന്, സൗതുദ്ദീഖ് തസ്ബീഹത്തുലില്ലാഹ്, കോഴിയുടെ ശബ്ദം അത് അല്ലാഹുവിനിക്കുള്ള തസ്ബീഹാണ്. രണ്ടാമത്തെ കാരണം, കോഴി എന്നുള്ളത് അതാ മനുഷ്യനായ എന്നെയും നിങ്ങളെയും രാവിലെ വിളിച്ചുണർത്തുന്ന കോഴിയാണ്, ജീവിയാണ്. ഒരു അലാറവും കോഴിക്ക് നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടില്ല, ഒരു മൊബൈലും കോഴി ഉപയോഗിക്കുന്നില്ല. പക്ഷേ കോഴിക്കറിയാം സുബ്ഹിന്റെ മുമ്പ് എഴുന്നേൽക്കണം. അപ്പൊ കോഴിയെക്കാളും അതപ്പതിച്ചവനായി മനുഷ്യൻ മാറിക്കൂടാ. നേരത്തെ എഴുന്നേറ്റ് റബ്ബിന് വേണ്ടി ശുക്ർ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം കണ്ടെത്തണം. രണ്ടാമത്തെ ശബ്ദം ഏതാണ്? അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള രണ്ടാമത്തെ ശബ്ദം അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസൗതുല്ലദീ യഖറഉൽ ഖുർആൻ. ഖുർആൻ ഓതുന്ന ശബ്ദം അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. ഖുർആൻ ഓതുന്ന ശബ്ദം അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സുദീർഘമാക്കുന്നില്ല. ഖുർആൻ പാരായണം ഇന്ന് പരമാവധി കുറഞ്ഞു വരികയാണ്. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചുവട് മുതലായി മൂവാണ്ട് കാത്തോവർ. ലോകത്ത് കഴിഞ്ഞു പോയ ഔലിയാക്കളെ മുഴുവനും പരിശോധിക്കൂ, സ്വാലിഹീങ്ങളെ മുഴുവനും പരിശോധിക്കൂ. പരിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെടാതെ ഒരു ഔലിയാക്കളും ഔലിയാക്കളായിട്ടില്ല.
ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചുകൊണ്ട് ഖബറിൽ ഇരുന്ന് 200ഓളം ഖത്മുൽ ഖുർആൻ ഓതി തീർത്തു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു ഖത്ം ഓതുമെന്ന് കേൾക്കുന്നതാണ്. റമളാനായാൽ ഒരു ദിവസം 2 ഖത്ം ഓതുമെന്ന് കേൾക്കുന്നതാണ്. ഇന്ന് പല മുസ്ലിം വീടുകളിലും പരിശുദ്ധ ഖുർആനിന്റെ ഓത്ത് കേൾക്കുന്നില്ലല്ലോ, ഖുർആൻ പാരായണമില്ലല്ലോ. പഴയ കാലത്ത് ഉമ്മമാരെ, നമ്മുടെ വല്യുമ്മയുടെ കാലത്ത് വല്ലുപ്പയുടെ കാലത്ത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ സൂറത്ത് യാസീൻ ഓതാത്ത വീടുകൾ ഉണ്ടായിരുന്നു, സൂറത്തുൽ വാഖിയ ഓതാത്ത വീടുകൾ ഉണ്ടായിരുന്നു, സൂറത്തുൽ മുൽക്ക് ഓതാത്ത വീടുകൾ ഉണ്ടായിരുന്നു. ഈ നിലക്ക് സൂറത്തുകൾ പ്രത്യേകം സുന്നത്തായ എല്ലാ സൂറത്തുകളും ഓതാത്ത ഒരു മുസ്ലിം വീടും അക്കാലത്തുണ്ടായിരുന്നില്ല. പഴയ കാലത്തൊരു മുസ്ലിം തറവാട്ടിലൂടെ പോകുമ്പോ, ഒരു നാട്ടിലൂടെ പോകുമ്പോ ആ വീട് മുസ്ലിമിന്റെ വീടാണോ അല്ല മുസ്ലിമിന്റെ വീടാണോ തിരിച്ചറിയാനുള്ള അടയാളം ഖുർആൻ ഓതുന്ന ശബ്ദമാണ്. അതിൽ പതിവായി ഓതേണ്ട സൂറത്താണ് സൂറത്ത് യാസീൻ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഖുറാത്തങ്ങളുമായി ചെറിയ അടുത്തൊരു ബന്ധം, മഹാൻ സേവന തങ്ങൾ പാപ്പ പ്രസിഡന്റായ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ വേണ്ടി പോകാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെറിയ ബന്ധമുണ്ട്. പലപ്പോഴും ഞാൻ തങ്ങളോടൊക്കെ ചോദിച്ചു, തങ്ങളെ നിങ്ങളടുത്ത് കുറെ ആൾക്കാർ കാണാൻ വരുമല്ലോ ചികിത്സക്ക് വേണ്ടിയിട്ട്, പല ആവശ്യങ്ങളുമായിട്ട് വരിക. വന്നാക്കെല്ലാം തങ്ങൾ കൊടുക്കുന്ന ചികിത്സ എന്താ? 41 ദിവസം ബദരീങ്ങളുടെ പേരിൽ യാസീൻ ഓതിക്കും. കുട്ടികളാകാത്തവനിക്ക് 41 ദിവസം ബദരീങ്ങൾ യാസീൻ ഓതിക്കും. കച്ചവടം പൊട്ടിപ്പൊളിഞ്ഞു പോയനിക്ക് 41 ദിവസം ബദരീങ്ങൾ യാസീൻ ഓതിക്കും. അങ്ങനെ ഏത് ആവശ്യം പറഞ്ഞു വരുന്ന ആൾക്കും മഹാനായ തങ്ങൾ കൊടുക്കുന്നത് 41 ദിവസം യാസീൻ ഓതാനാ അല്ലേ? അല്ല കൊടുക്കില്ലേ? പോയ ആൾക്കാർ അറിയാലോ 41 യാസീൻ. എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മഹാനായ സയ്യിദ് അവർകൾ അന്ന് എനിക്ക് നൽകിയ മറുപടി അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. എന്താണ് ഹദീസ്? സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. യാസീൻ സൂറത്ത് എന്തിനു വേണ്ടി ഓതപ്പെടുന്നുവോ അതിനു വേണ്ടിയുള്ളതാണ്. അപ്പൊ എന്തിനു വേണ്ടിയും യാസീൻ ഓതാവുന്നതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം അവസാനിപ്പിക്കുന്നു. ഖുർആൻ ധാരാളം ഓതുന്നവരായി നമ്മൾ മാറണം. ഖുർആൻ ഓതുന്ന വീട് നമുക്ക് നമ്മുടെ വീടുകളാക്കി മാറ്റണം. മൂന്നാമത്തെ ശബ്ദം ഏതാണെന്നറിയോ? വസൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സദസ്സിലേക്ക് ആയിരിക്കുക. തങ്ങളുടെ പാപ്പയുടെ ദുആയും നസീഹത്തും നമുക്ക് പ്രതീക്ഷിക്കാം. ആ കസരൊക്കെ എല്ലാവരും ഫില്ല് ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി കബൂലാക്കട്ടെ. ഏകദേശം ദുആക്ക് ഇജാബത്തുള്ള സമയമായിട്ടുണ്ട്. മൂന്നാമത്തെ ശബ്ദം അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വസൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള 3 ശബ്ദം. 1 കോഴിയുടെ ശബ്ദം, 2 ഖുർആൻ ഓതുന്ന ശബ്ദം. സുബ്ഹാനല്ലാഹ്, ഖുറാത്തങ്ങളെ പോലെയുള്ള സാദാത്യങ്ങളൊക്കെ എത്രയാണ് ഖുർആൻ ഓതുന്നത് പരിശുദ്ധ റമദാനിലും അല്ലാത്തപ്പോഴുമൊക്കെ. അതുപോലെ മൂന്നാമത്തെ ശബ്ദം എന്താണ്? വസൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരുടെ ശബ്ദം അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രസംഗം ചുരുക്കട്ടെ സഹോദരങ്ങളെ, ആഖിറത്തിലേക്ക് യാത്ര പോകുമെന്ന ചിന്ത ഉള്ളവരാണ് നാം. ഇവിടെ നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ കുറെ വമ്പന്മാർ
അവരാരെയും ഇപ്പോൾ ഇവിടെ കാണാനില്ല. വലിയ മുതലാളിമാർ അവരാരെയും ഇപ്പോൾ കാണാനില്ല. അവരെല്ലാം ഉണ്ടാക്കിയ സമ്പത്തുകളും ഉണ്ടാക്കിയ അഭിവൃദ്ധികളും ഉണ്ടാക്കിയതെല്ലാം ഇവിടെ ഇട്ടേച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് യാത്രയായി ഇപ്പോൾ 6 അടി മണ്ണിൽ വിശ്രമിക്കുകയാണ്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും യാത്ര പോകേണ്ടതുണ്ട്. ആ റബ്ബിലേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് പാവപ്പെട്ട എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം റബ്ബ് മാപ്പാക്കി തരേണ്ടതുണ്ട്. ആ റബ്ബെങ്ങാനും പൊറുക്കാതെ, റബ്ബെങ്ങാനും നമ്മുടെ ദോഷങ്ങൾ മാപ്പാക്കാതെ പാവപ്പെട്ട നമ്മളങ്ങ് മരിച്ചു ഖബറിലായാൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, നമുക്ക് ആഖിറത്തിൽ പിന്നെ ചേഞ്ച് വരുത്താൻ അവസരമുണ്ടോ? അവിടുന്ന് മാറ്റം വരുത്താൻ അവസരമുണ്ടോ? അതുകൊണ്ട് പാതിരാ സമയത്ത് എഴുന്നേറ്റ്, സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് 100 തവണ ഖൽബറിഞ്ഞ് റബ്ബിനോട് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞ് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ശബ്ദമില്ലേ? ആ ശബ്ദം അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. ഇസ്തിഗ്ഫാർ വല്ലാത്തിനും പരിഹാരമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? വമാ കാന അല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം. അതേ ഹബീബായ തങ്ങളുള്ള സമുദായത്തെ അല്ലാഹു ശിക്ഷിക്കൂല. ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന സമൂഹത്തെ അല്ലാഹു ശിക്ഷിക്കൂല. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയിട്ട് നമ്മുടെ കൽബൊക്കെ നന്നാക്കിയിട്ട് ഈ ദുനിയാവിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഉമ്മയുടെ പള്ളയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒന്നും കൊണ്ടുവരാത്ത നീ, നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞ് ആഖിറത്തിലേക്ക് പോകുമ്പോ നീ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനും മക്കൾക്ക് വെച്ചുപോയി, അതേ അനന്തരാവകാശികൾക്ക് വെച്ചുപോയി, എല്ലാം ഇവിടെ ബാക്കി ചേച്ചുകൊണ്ട് ഖബറിൽ കൊണ്ടുപോയി കിടന്നു. 3 പേരെ കുടുംബക്കാർ യാസീൻ ഓതുന്നുണ്ട്, 3 പേരെ നിനക്ക് വേണ്ടി ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. 3ന്റെ അന്ന് എല്ലാവരും പിരിഞ്ഞു പോയപ്പോ മക്കൾ യോഗം കൂടി പോയി. പാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കലായി പോയി. കിട്ടിയ സ്വത്തിൽ നിനക്ക് പോരാ എന്ന് മൂത്ത മകന്റെ അവകാശവാദമായി പോയി. കാരണം ബാപ്പ മംഗലാപുരത്ത് കടന്നപ്പോൾ ലക്ഷം ചിലവാക്കിയത് ഞാനാണ്, അതെനിക്ക് വകവെച്ച് കിട്ടണമെന്ന് മൂത്ത മകന്റെ അഭിപ്രായമാണ്. അവസാനം മാതാപിതാക്കൾ ബാപ്പ ഉപേക്ഷിച്ചിട്ട് പോയ സ്വത്തിന്റെ പേരിൽ മക്കൾ തർക്കം കൂടിയിട്ട് അവസാനം പിറ്റേന്ന് രാവിലെ പത്രത്തിൽ വാർത്ത വന്നുപോയി, സ്വത്ത് തർക്കം, ജേട്ടൻ അനുജനെ കുത്തിക്കുന്നു. ചോദിക്കട്ടെ, ആ വാപ്പക്ക് ഖബറിൽ സമാധാനം ഉണ്ടാകുമോ? ആ വാപ്പക്ക് ഖബറിൽ സമാധാനം ഉണ്ടാകുമോ? ഉമ്മാന്റെ അലിക്കത്തും സ്വർണങ്ങളും എല്ലാം ഊരി വെച്ചിട്ടിരിക്കുകയാണ്. ആ അലിക്കത്തുകൾ 4 മക്കൾക്കിടയിൽ ഓഹരി ചെയ്യുമ്പോ 2ാമത്തെ മകന്റെ കമന്റ്, ഉമ്മാക്ക് മംഗലാപുരത്തുള്ള സർജറിയിൽ 1.25 ലക്ഷം ചെലവാക്കിയത് ഞാനാണ്, അതെനിക്ക് ആദ്യം കിട്ടണം, എന്നിട്ടേ ഓഹരി വെക്കാൻ പറ്റൂ. അപ്പോൾ മൂത്ത മകന്റെ മറുപടി, ഉമ്മാക്ക് വേണ്ടിയല്ലേ ഇത് ചെലവാക്കിയത്, അപ്പോൾ നിങ്ങൾ ഉമ്മയായിരുന്നില്ലേ? തർക്കമായി പോയി. തരൂല എന്ന് അനുജന്റെ മറുപടി, വേണമെന്ന് ജേട്ടന്റെ വാശി. അപ്പുറവും ഇപ്പുറവും പിടിവലിയായി. കത്തിയെടുത്തുകൊണ്ട് കുത്തിക്കൊന്നു. ജേട്ടൻ അനുജനെ കുത്തിക്കൊന്നു. പിറ്റേന്ന് വാർത്ത. ആ ഉമ്മക്ക് ഖബറിൽ സമാധാനം ഉണ്ടാകുമോ? ആ ഉമ്മക്ക് സ്വസ്ഥമായി ഖബറിൽ കിടക്കാൻ കഴിയുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിനു മുമ്പ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കുന്ന വിശാല മനസ്സ് നമുക്ക് വേണം. അൽഹംദുലില്ലാഹ്, ഇവിടെ വന്നപ്പോൾ ഈ കിടക്കുന്ന മഹാന്റെ മഖ്ബറ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നിപ്പോയി. സുബ്ഹാനല്ലാഹ്, നല്ല പുതിയ പണ്ടറ പോലെ മനോഹരമായ കെട്ടിടമുണ്ടാക്കി ഒരു മഹാന് കൊടുക്കേണ്ട സർവ പരിഗണനയും കൊടുത്ത് അവിടുന്ന് കിടക്കുന്ന ജാറത്ത് നിങ്ങൾ ആദരിച്ചിട്ടുണ്ട്. ആ മഹാന്റെ പൊരുത്തം കിട്ടാണത് നിമിത്തമാണ് റബ്ബേ. അതിനു വേണ്ടി സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനെ. ഔലിയാക്കളുടെ പൊരുത്തം നീ അവർക്ക് നൽകണേ റഹ്മാനെ. എന്നാൽ അതിലേറെ എനിക്ക് ബേജാറ് തോന്നിയത്, ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഞാൻ പള്ളിയിലേക്കൊന്ന് നോക്കി.
പള്ളിയിലേക്ക് നോക്കുമ്പോൾ അതൊരു പള്ളിയാണോ എന്നറിയിക്കുന്ന ഒരു സിയാറ് ആ പള്ളിയുടെ മുകളിൽ കാണുന്നില്ല. സാധാരണ പള്ളിയാണോ അല്ലേ അറിയിക്കുന്നത് മുനാരങ്ങളെ കൊണ്ടാണ്. ഹബീബായ തങ്ങളെ മദീനത്തെ പള്ളിയുടെ മുനാരം എന്തൊരു ഭംഗിയുള്ള മുനാരമാണ്. സർവ്വ പള്ളികൾക്കും മുനാരങ്ങൾ വേണം. അത് പള്ളിയുടെ സിയാറിന്റെ അടയാളമാണ്. ഇവിടെ വന്നപ്പോ ഞാൻ ഇങ്ങനെ നോക്കുന്നു, മുനാരത്തിൽ ലൈറ്റ് കാണുന്നില്ല. അപ്പോഴാ പറഞ്ഞു, ഉസ്താദേ പള്ളിക്ക് മിനാരമില്ല. പള്ളിയുടെ സിയാറുകൾ ഉയർന്നു പൊന്തണം. നമ്മുടെ വീടുകളെക്കാളും പള്ളി ഉയർന്നു നിൽക്കണം. ആ പള്ളിക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണം. അതിന്റെ ഭാഗമാണ് മുനാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ആ പള്ളിയെ നമുക്ക് മനോഹരമാക്കി എടുക്കണം. അല്ലാഹുവിന്റെ ഭൂമിയിൽ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, നാടുകളിൽ നിന്ന് അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള സ്ഥലം അല്ലാഹുവിന്റെ പള്ളിയാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. സ്വന്തം വീട്ടിനേക്കാൾ നമ്മൾ ഭംഗി കാണേണ്ടത് അല്ലാഹുവിന്റെ ഭവനമാകുന്ന പള്ളിയല്ലേ. ആ പള്ളി നിസ്കരിക്കുന്നവർക്കുള്ള സൗകര്യങ്ങളല്ലേ, അതിനു വേണ്ടിയുള്ള സിയാറുകളല്ലേ. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉറൂസിന്റെ സമാപന സമയത്ത് ആരംഭ ഹബീബായ തങ്ങളെ പേരക്കുട്ടി സദസ്സിലുണ്ടല്ലോ, ആ മഹാന്മാരായ അഹ്ലു ബൈത്തിനെ തവസ്സുലാക്കി, ഈ കിടക്കുന്ന മഹാനായ ഉപ്പാപ്പയെ തവസ്സുലാക്കി, അള്ളാഹുവിന്റെ പള്ളിയെ ആദരിച്ചവർക്കുള്ള സ്ഥാനം സ്വർഗത്തിൽ ഒരു വീടാണ് കേട്ടോ. റബ്ബ് നമുക്ക് നൽകട്ടെ. ആ സ്വർഗത്തിലെ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിത്വമുണ്ടോ? ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ അഹ്ലു ബൈത്തിന്റെ മുന്നിൽ ഞാൻ തരാമെന്ന് എഴുന്നേറ്റ് പറയാൻ, ഒരു 10,000 രൂപ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഭംഗിയുടെ വർധനവിന് വേണ്ടി, അള്ളാഹുവിന്റെ പള്ളിയുടെ സിയാറിന് വേണ്ടി ഒരു 10,000 ഞാൻ തരാം, 1, 2, 3 മാസം കൊണ്ട് എന്ന് പറയാൻ പറ്റിയ ഏതെങ്കിലും ഒരാൾ സദസ്സിലുണ്ടോ? റബ്ബേ, കിടക്കുന്ന മഹാന്റെ നോട്ടം ആ കുടുംബത്തിന് നൽകണം അല്ലാ. 10,000 ആശുപത്രികളിൽ ചെലവഴിക്കുന്ന രോഗത്തിൽ നിന്ന് അവർക്ക് നീ അതൊരു കാവലാക്കണം അല്ലാ. ഏതെങ്കിലും